അസ്സലാമലൈക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ 8ാം ക്ലാസ്സിലെ കുട്ടികളെ, വാർഷിക പരീക്ഷ എത്തി. നമ്മൾ ദുറൂസിൻ 4 വർഷം ആവർത്തിച്ച ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വർഷം മുതൽ നിങ്ങൾക്ക് എല്ലാ വിഷയവും അറബി ആയിരുന്നു. ഈ വർഷത്തെ അറബി സിമ്പിളായിരുന്നു. അടുത്ത വർഷം നിങ്ങൾ 9ാം ക്ലാസ്സിലേക്കാണ്. അടുത്ത വർഷം അത്യാവശ്യം ടൈറ്റ് ആയിരിക്കും അറബി. നമുക്ക് ഇൻഷാ അല്ലാഹ് സിമ്പിളായിട്ട് ഈ ഒരു പേപ്പർ പഠിക്കാം. ഇതിൽ നമുക്ക് ഒന്നാമതായിട്ട് യോജിപ്പിക്കാനാണ്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാല ആരെങ്കിലും പറഞ്ഞാൽ, എന്താ പറയണത്? സുബ്ഹാൻ അല്ലാഹി വബിഹംദിഹി. ഇതാരെങ്കിലും പറഞ്ഞാൽ, നിങ്ങൾ ചെല്ലില്ലേ സുബ്ഹാൻ അല്ലാഹി വബിഹംദിഹി, മഗ്‌രിബിൻ്റെ ഒക്കെ നേരത്തെ നമ്മൾ പള്ളിക്ക് എന്ന് ചെല്ലും അല്ലേ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഒരിസത്ത് ലഹു, അയാൾക്ക് വേണ്ടി കുഴിച്ചിടുന്നതാണ്, നടുന്നതാണ്. എന്താ നിങ്ങളെ നാട്ടിൽ പറയാ അല്ലേ? ഒരു മരം നടുക, കുഴിച്ചിടുക എന്നൊക്കെ പറയല്ലേ? എന്ത്? നഖലത്തുൻ, ഒരു ഈത്തപ്പന, ഫിൽ ജന്നതി, സ്വർഗത്തിൽ. അയാൾക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന അള്ളാഹു കുഴിച്ചിടുന്നതാണ്. അഥവാ അയാൾക്ക് വേണ്ടി റെഡിയാണ് എന്ന് വെച്ചാൽ എന്താ? അങ്ങനെ പറയുന്നവർക്ക് സ്വർഗം ഉണ്ട് എന്നാണ് അതെന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അല്ലാതെ ഈത്തപ്പന മാത്രം ഉണ്ട് എന്നല്ല. എന്താ ഈത്തപ്പന മാത്രം നിന്ന് വള്ളറക്കിയെന്ന് കരുതരുത്. ബാക്കിയുള്ള എല്ലാം കിട്ടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു. കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു. യസ്തഹിബ്ബുൽ ജവാമിഅ മിനദ്ദുആഇ, യസ്തഹിബ്ബു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുമായിരുന്നു. അൽ ജവാമിഅ, ഒരുമിച്ചു കൂട്ടി പറയലിന്, മിനദ്ദുആഇ, പ്രാർത്ഥനയിൽ. വയദഉ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കും. മാ സിവാ ദാലിക, അതല്ലാത്തതൊക്കെ ഒഴിവാക്കും. ഉദാഹരണമായിട്ട്, പടച്ചോനെ എനിക്ക് സ്വർഗം നൽകണേ, നരകത്തിൽ നിന്ന് കാവലാക്കണേ, ബറക്കത്തുള്ള സമ്പാദ്യം തരണേ, കുടുംബത്തിൽ ബറക്കത്ത് തരണേ, അപകടങ്ങളെ തൊട്ട് കാക്കണേ, രോഗങ്ങൾ ശിഫയാക്കണേ, ഇതിലെല്ലാം പെട്ടു. അല്ലാതെ എന്ത് പറയില്ല? സ്വർഗത്തിൽ തേന് വേണം, പാല് വേണം, ആന വേണം, ചേമ്പ് വേണം, ചേമ്പിൻ്റെ ഇല വേണം, ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് പറയില്ല എന്നാണ് പറഞ്ഞത്. അഥവാ നീട്ടിപ്പരത്തി ആൾക്കാരെ വെറുപ്പിക്കൂലാന്ന്. 8ാം ക്ലാസ് മുതൽ മുഴുവൻ വിഷയവും അറബിയിലായതുകൊണ്ട് പല കുട്ടികളും പഠനത്തിൽ പിറകോട്ട് പോകുന്നു. അറബി എങ്ങനെ പഠിക്കുമെന്ന ആശങ്കയിൽ മദ്രസ നിർത്തുന്ന കുട്ടികളും ഏറെയാണ്. ഇനി പേടിക്കേണ്ട. 8, 9 ക്ലാസ് അറബി വിഷയങ്ങൾ രാത്രി ഇനി മാർക്കീസി ഈസിയായി അർത്ഥവും ആശയവും ഉദാഹരണത്തിലൂടെ വിശദീകരിച്ച് മക്കൾക്ക് ഈസിയായി പഠിപ്പിച്ചു തരും. റമദാനിന് ശേഷമുള്ള 1, 2, 5, 7, 8, 9 ക്ലാസ്സുകാർക്കെല്ലാം ഫുൾ വിഷയങ്ങളുടെ ക്ലാസ്സും ക്വിസ് രൂപത്തിലുള്ള മാസ പരീക്ഷയും പഠന പരിശോധനയും ക്യാഷ് പ്രൈസും എല്ലാ പരീക്ഷകൾക്കും ഫുൾ മാർക്ക് നേടാനുള്ള സഹായവും മാർക്കീസി ഏറ്റു. രാത്രിയും പരീക്ഷാ സമയത്തും കുട്ടിയെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന മാതാവിനെ ഇനി ആശ്വസിക്കാം. അർദ്ധവാർഷിക പരീക്ഷയിൽ നമ്മുടെ 6 ലക്ഷം വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടില്ലാതെ ജോയിൻ ചെയ്യാൻ സാധിക്കാൻ വേണ്ടി വെറും 99 രൂപയെ ഒരു വർഷത്തിന് അടയ്ക്കേണ്ടതുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തോളൂ. വിവരങ്ങൾ കൂടുതൽ കേൾക്കാം. ഇപ്പോൾ സ്വർഗം വേണമെന്ന് പറഞ്ഞാൽ, സ്വർഗം എന്ന് പറഞ്ഞ ഒരു സാധനമല്ലല്ലോ, ആ ഒരു സംവിധാനമല്ലേ, അതിലെല്ലാം കിട്ടും. അതാണ്, ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നത്. അല്ലാതെ അവിടെ അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി പരത്തി പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിച്ച് ആൾക്കാരെ വെറുപ്പിക്കുമായിരുന്നില്ല, ബുദ്ധിമുട്ടിപ്പിക്കുമായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചുരുക്കി ദുആ ചെയ്യണം നല്ലത്. എന്നാൽ ചില സന്ദർഭത്തിൽ നമ്മൾ ദീർഘിപ്പിച്ച് ദുആ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ദുആ സമ്മേളനമാണെങ്കിൽ 2 മിനിറ്റ് ദുആ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ആളുകൾ ആ ദുആന് വേണ്ടി മാത്രം പറയാണ്. അങ്ങനെ നമ്മൾ നീട്ടി ദുആ ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു അങ്ങാടിയിലെ പള്ളിയാണ്, ഇപ്പോൾ എൻ്റെ പള്ളി അങ്ങാടിയിലെ പള്ളിയാണ്, അവിടെ ഞാൻ നീട്ടിപ്പരത്തി 5 വക്ത് ദുആ ചെയ്താൽ ആൾക്കാർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. കച്ചവടക്കാരും മറ്റൊക്കെ ഉള്ളല്ലോ. ഇപ്പോൾ നമുക്ക് പള്ളിയിലിരുന്ന് ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതി. ആൾക്കാർ അവർക്ക് ജീവിതോപാന്തരം തേടണ്ടേ, കച്ചവടക്കാരല്ലേ. അപ്പോൾ നമ്മൾ വെറുപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ്, ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി ദുആ ചെയ്തിരുന്നത് കേട്ടോ. ഇനി തൗബത്തു, തൗബ എന്നുള്ളത് വാജിബത്തു, നിർബന്ധമാണ്. എന്തിന്? മിൻ കുല്ലി ദംബിൻ, എല്ലാ തെറ്റിനും. നമ്മൾ ഏതൊരു തെറ്റ് ചെയ്താലും അതൊക്കെ അവിടെ രേഖപ്പെടുത്തും. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? പടച്ചവനോട് ഖേദിച്ച് മടങ്ങണം അല്ലേ? തൗബ ചെയ്യണം. തൗബക്ക് നമ്മൾ എന്തൊക്കെ വേണം? ഒന്ന്, നമ്മൾ ചെയ്ത തെറ്റിൻ്റെ മേൽ ഖേദിക്കണം. ഇനി മറ്റൊന്നതോ, തെറ്റുകൾ ഒഴിവാക്കണം. പിന്നെ ഇനി നമ്മൾ തെറ്റിലേക്ക് മടങ്ങൂലാന്ന് മനസ്സിൽ ഉറപ്പിക്കണം. ഇതാണ് തൗബ സ്വീകരിക്കാനുള്ള നിബന്ധന. എന്നാൽ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ഉദാഹരണമായിട്ട് മനുഷ്യന്മാരെ നമ്മൾ പരദൂഷണം പറഞ്ഞേക്കണം. ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞേക്കണമെങ്കിൽ അത് അയാളോട് പൊരുത്തപ്പെടിക്കുക തന്നെ വേണം. ഒരാളുടെ പൈസ നമ്മൾ കട്ടെടുത്തിക്കണമെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാൻ ചെന്നാൽ ചെറിയത്തെ പല്ലി ചിലപ്പോൾ ഒന്ന് കുറഞ്ഞു എന്ന് വരും. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം പിന്നെ കാര്യം പറയേണ്ടത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ അവനാൻ്റെ തടി കേടാക്കാനുള്ള കാര്യങ്ങളാണ്.
ഇനി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായിട്ടും അല്ലാഹു തആല യഖ്ബലു തൗബത്തൽ അബ്ദി, ഒരു അടിമയുടെ മനുഷ്യൻ്റെ, അഥവാ അടിമയുടെ മനുഷ്യർക്ക് ഒന്ന് തന്നെ, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. ഏതുവരെ? മാലം യുഗർഹിർ, റൂഹ് തൊണ്ടക്കുയിൽ എത്തുന്നത് വരെ അല്ലാഹു തൗബ നമ്മുടേത് സ്വീകരിക്കുന്നതാണ്. പക്ഷെ വേറൊന്നുണ്ട്, എപ്പോഴാണ് റൂഹ് തൊണ്ടക്കുയിൽ എത്തുക എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ നിപ്പിലാണ് മരിച്ചു എന്ന് വരും. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ഹൃദയാഘാതം വന്നുകൊണ്ട് മരണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാ ഹൃദയാഘാതം. എന്തെങ്കിലും കാരണമായിട്ട് അല്ലേ, ഒരു സിമ്പിൾ കാരണമാണ് ഹൃദയാഘാതം. പെട്ടെന്ന് നിൽക്കുന്ന ആൾ കൊഴിഞ്ഞ് വീഴുന്നു, മരിക്കുന്നു. ചില ആളുകൾ വർഷങ്ങളോളം കിടപ്പിലായി മരിക്കുന്നു. ചിലപ്പോൾ അതൊന്നും വേണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂഹ് എപ്പോഴാണ് തൊണ്ടക്കുയിൽ എത്തുകയെന്ന് അറിയില്ല. അതിന് മുമ്പ് നമ്മൾ തൗബ ചെയ്താൽ നമ്മുടെ തടി, നമ്മുടെ ഉത്തരവാദിത്തമാണ് രക്ഷപ്പെടുത്തൽ. എന്ന് വെച്ചാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൽ നടത്തണ്ടോ. ഇനി വലാ തൈഅസൂ, നിങ്ങൾ നിരാശരാവരുത്. മിൻ റൗഹില്ലാഹി, അള്ളാഹുവിൻ നൽകുന്ന ആശ്വാസത്തിൽ നിന്ന്, ഒരു പ്രയാസത്തിന് ശേഷം അള്ളാഹു നൽകുന്ന ആശ്വാസത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്. പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അതിന് ശേഷം അള്ളാഹു ഒരു ആശ്വാസം നൽകും. അത് നൽകൂല, നമുക്ക് പ്രയാസം മാത്രമേ ഉള്ളൂ എന്നുള്ള മൈൻഡാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാവും. 10ാം ക്ലാസ് തോറ്റതിൻ്റെ പേരിൽ, മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ, ഇലക്ഷനിൽ തോറ്റതിൻ്റെ പേരിൽ, ഫോണും വെച്ച് തരാത്തതിൻ്റെ പേരിലൊക്കെ മക്കൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്യണത്. നമ്മളൊന്ന് ആലോചിച്ചൂടെ, നമ്മളെ ജീവനല്ലേ, ഒന്നല്ലേ ഉള്ളൂ, ഇനി കിട്ടാനല്ലോ, അത് നമ്മൾ കളയണോ? കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഐഫോൺ വാങ്ങാൻ നിൽക്കേക്കും. എന്തിനാ അമ്മച്ചിൻ്റെ ലോക്കൽ ഫോണിന് വേണ്ടി നമ്മൾ ജീവൻ കളയണം അല്ലേ? അപ്പോൾ അവസ്ഥകളൊക്കെ മാറി വരും. അപ്പോൾ അള്ളാഹു നൽകുന്ന ആശ്വാസത്തിൽ നമ്മൾ നിരാശരാവരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ഇദാ ആദ മരീലൻ, ഒരു രോഗിയെ സന്ദർശിച്ചാൽ, മസഹ ബിയദിഹിൽ യുംന, ആ രോഗിയുടെ യുംന, വലത് കൈ തടവിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഖായിലൻ, പറഞ്ഞുകൊണ്ട്. എന്താ പറയുക? ലാ ബഅസ, സാരല്ല. രോഗിനോട് പറയാം, ലാ ബഅസ, സാരല്ലടാ, തൊഹൂറുൻ, അത് ശുദ്ധീകരണമാണ്. എന്ന് വെച്ചാൽ ശരിയാകും എന്നൊരർത്ഥം മാത്രമല്ല, ലാ ബഅസ തൊഹൂറുൻ, സാരല്ല, ശരിയാകും എന്നൊരർത്ഥം മാത്രമല്ല, രോഗം കാരണമായിട്ട് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. അഥവാ നിങ്ങളുടെ തെറ്റുകളൊക്കെ, ചെറിയ ദോഷങ്ങളൊക്കെ അള്ളാഹു ഈ രോഗം എന്ന ബുദ്ധിമുട്ട് നിങ്ങൾ സഹിച്ച പേരിൽ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും എന്നൊരു സൂചനയാണ് രോഗിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയെന്നാണ്. അപ്പോൾ നമുക്കൊക്കെ രോഗം വരുമ്പോൾ അത് നമ്മുടെ ദോഷം പൊറുക്കാൻ വലിയ കാരണമാണ്. അടുത്ത ചോദ്യം, അൽ യഅ്സു, നിരാശ. അടുത്തത് അൽ യഅ്സു, നിരാശ. അതുപോലെ തന്നെ വത്തശാഉമു, എല്ലാത്തിലും ദോഷം സംഭവിക്കുന്നുള്ളൊരു നെഗറ്റീവ് തോന്നൽ. ഹുമ, അത് രണ്ടും ജാലിബാനി, വലിച്ചു കൊണ്ടുവരും. എന്ത്? ലിൽ ഹമ്മി, ദുഃഖം. അതുപോലെ തന്നെ വലി കെസലി, മടി. അല്ലേ? എല്ലാത്തിനും നെഗറ്റീവ് വേണ്ടി അതിപ്പോൾ അവരിപ്പോൾ സ്റ്റാർട്ടപ്പ് എത്ര ആളുണ്ട്, ഒരു കല്ല് മേലക്കിട്ടാൽ താഴത്തേക്ക് വീണത് ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് വേറെ തലയിലേക്ക് കയറും. എത്രപ്പോൾ ഞാനത് തുടങ്ങണത്? എല്ലാവരും പാടെ ഉണ്ടാകുമ്പോൾ എങ്ങനെ വിജയിക്കുക? ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ട് കുറച്ച് മുമ്പേറ്റ്. അപ്പോൾ അതിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു വ്യക്തി പറയുന്നുണ്ട്, എല്ലാവരും ഇപ്പോൾ ക്ലോത്തിൻ്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കണം, എല്ലാവർക്കും അതാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ വാങ്ങാൻ ആൾ വേണ്ടേ? ആ നെഗറ്റീവ് മൈൻഡ് തുടക്കത്തിലേ ഉണ്ടെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കാന്നല്ല, മൈൻഡ് സെറ്റ് ഫസ്റ്റ് ക്ലിയർ ആക്കണം അല്ലേ? അപ്പോൾ അതിലൂടെ ദുഃഖവും മടിയൊക്കെ കൂടെ ചെയ്യുള്ളൂ, വിജയിക്കൂല. അപ്പോൾ അത് പാടില്ല എന്നാണ് ഇസ്ലാം തന്നെ പറയുന്നത് കേട്ടോ. മൻ മാത്ത, ആരെങ്കിലും മരിച്ചാൽ, അലൽ ഇസ്ലാമി, മുസ്ലിം ആയിക്കൊണ്ട്, ഫഖദ് ലൊഫിറ, അവൻ തീർച്ചയായും നേടിയിരിക്കുന്നു, ബി ഹുസ്നിൽ ഖാത്തിമ, നല്ല സൂപ്പർ മരണം. ഇനി നമുക്ക് രണ്ടാമത്തത് കേട്ടോ, അൽ മൗത്തു, മരണം, ഫിൽ ഹക്കീക്കത്ത്, യഥാർത്ഥത്തിൽ, അത്തഗയ്യുറു ഹാലിൻ, തഗയ്യുറു മാറലാണ്, ഹാലിൻ അവസ്ഥ, ഫഖദ് അത്രമാത്രം, അവസ്ഥ മാറുക എന്നുള്ളത് മാത്രമാണ്. മരണം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കൂല. മനുഷ്യൻ്റെ ജീവിതം 5 ഘട്ടമുണ്ട്. നമ്മളിപ്പോൾ നിലവിൽ 2ാമത്തെ ഘട്ടത്തിലാണ്. ഒന്ന് ആത്മാവുകളുടെ ലോകമായിരുന്നു,
അതൊക്കെ വിശദമായിട്ട് നമ്മൾ കോഴ്സിൽ ഇൻഷാ അല്ലാഹ് സൂപ്പറായിട്ട് പഠിപ്പിക്കണം. രണ്ടാമത്തെ ജീവിതമായ ദുന്യാവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് ഏറ്റവും ചെറുതുമാണ്. മൂന്നാമത്തെ ജീവിതം നമ്മുടേത് ഖബർ ജീവിതമാണ്. ഒന്നും വേണ്ട. ഇപ്പോൾ ആദ്യം നബി ഏകദേശം 1000 വർഷത്തോളം ജീവിച്ചു. ഇപ്പോൾ ഖബറിലായിട്ട് എത്രയായി? ഏകദേശം 6000-ഓളം വർഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വർഷത്തോളം ഇവിടെ ജീവിച്ചു. ഏകദേശം 1500-ഓളം വർഷമായിട്ട് ഖബറിലാണ്. നമുക്ക് ഖബർ ജീവിതത്തിൽ ആരുണ്ട്? അവിടെ ഉണ്ട്, രസമുണ്ട്, ശിക്ഷയൊക്കെ ഖബറിലും ഉണ്ട്. പറയുകയാണെങ്കിൽ ഒരുപാട് പോകും. പിന്നെ മഹ്ശറുണ്ട്. മഹ്ശർ 50,000 കൊല്ലമുണ്ട് എന്നാണ്. പിന്നെ സ്വർഗവും നരകം അതിന് അവസാനമായിട്ടില്ലേനും. ഇനി മക്കളെ വലിയ എന്ന് പറഞ്ഞാൽ ആരാണ്? വഹുവ അദ്ദേഹം ആരിഫു ബില്ലാഹി അള്ളാഹനെ നന്നായി അറിഞ്ഞ് മനസ്സിലാക്കിയ ആളാണ്. അബി സിഫാത്തിഹി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഹസബൽ ഇംകാനി സാധ്യമാകുന്ന അത്രയും അദ്ദേഹം മനസ്സിലാക്കിയാണ്. എന്നിട്ടോ അൽ മുവാദിബി അൽ തൊഹാത്തി എന്നിട്ട് മാക്സിമം സൽക്കർമ്മങ്ങളുമായി നല്ല ആരാധനാ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം വ്യാപൃതനായി, അഥവാ അതിൽ മുഴുകി സമയമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം തന്നെ അൽ മുജ്തനിബു അനിൽ മാസി തെറ്റുകളെ ഒഴിവാക്കിയ ആളുമാണ്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹനെ മാക്സിമം മനസ്സിലാക്കുകയും എന്നിട്ട് നന്മകൾ ചെയ്യുകയും തിന്മകൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളാണ് വലിയ അല്ലേ. അപ്പോൾ നമുക്ക് അധ്വാനിച്ചാൽ നേടാൻ കഴിയുന്ന ഒരു പൊസിഷനാണ് എന്ത്? വലിയ എന്നുള്ളത്. നമുക്ക് ഇനി നബി ആവാൻ പറ്റൂല, സ്വഹാബി ആവാൻ പറ്റൂല, പക്ഷേ വലിയ ആവാൻ പറ്റും. വലിയ ആയാൽ നമുക്കതിലൂടെ സ്വർഗ്ഗം നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ഇങ്ങനെ കറാമത്ത് പ്രകടിപ്പിക്കണത് അല്ലേ? കറാമത്ത് പ്രകടിപ്പിക്കണ ഔലിയാക്കൾ എന്ന് കേട്ടില്ല. നമുക്കൊന്നും അങ്ങനെ ആയിക്കൂടെ? അപ്പോൾ ചിലപ്പോൾ നമ്മളിലാറെ നല്ല എത്രയോ കുട്ടികളത് കേൾക്കണവരുണ്ടാവും. സത്യത്തിൽ ഉസ്താദുമാരേക്കാൾ എത്രയോ നല്ല കുട്ടികൾ കേൾക്കണവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ശ്രമിക്കാം. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് പെട്ടെന്നൊരു മോട്ടറായിങ്ങാണ്ട് പിരികായിരിങ്ങാണ്ട് നന്നാണല്ലോ കേട്ടോ. അതല്ല കേട്ടോ, ഇത് കുറേ പഠിക്കാണ്ട്. ഏതെങ്കിലും പ്രസംഗത്തിൽ നിന്നോ ക്ലാസ്സിൽ നിന്നോ നന്നാകുന്നത് താൽക്കാലികമാവും. പോട്ടെ ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് കോഴ്സിൽ വിശദമാക്കാം. അടുത്തത് മഅനൽ ബറക്കത്തിലെ ബറക്കത്തിൻ്റെ ആളെ നമ്മൾ പറയലുണ്ടല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന് അന്നമാ വളർച്ചയും അതോടൊപ്പം തന്നെ സിയാദത്തു വർദ്ധനവും. ഇതിനാണ് ബറക്കത്ത് എന്ന് പറയാം. സമ്പത്തിലെ ബറക്കത്ത് തരണേ, കുടുംബത്തിലെ ബറക്കത്ത് തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യലില്ലേ കേട്ടോ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് അതിലു നീതി എന്ന് പറഞ്ഞത് വലു ഷൈഇൻ ഒരു കാര്യത്തെ വെക്കുക ഫി മഹല്ലിഹി അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത്. അതിനാണ് എന്ത് പറയുക? അതിലു നീതി എന്ന് പറയാം അല്ലേ. ഉദാഹരണമായിട്ട് ഒരാൾ നിരപരാധിയാണ്, അയാളെ പിന്നെ കേസിൻ്റെ പേരും പറഞ്ഞ് അവിടെ ഇങ്ങനെ ഓടിപ്പിക്കുക. അത് ശരിയാണോ? ശരിയല്ല. അയാൾ വെറുതെ വിടുക. അതാണ് അവിടെ നീതി. ഒരു കൊലപാതകം ചെയ്ത ഒരാൾ, അയാൾ പൈസക്കാരനാണ്, അയാളിൽ നിന്ന് പൈസയും വാങ്ങേണ്ട അയാളെ പിന്നെ എന്ത് ചെയ്യുക? വെറുതെ വിടുക. അത് ശരിയാണോ? അത് ശരിയല്ല. അത് അനീതിയാണ്. ആരോട്? കൊല്ലപ്പെട്ട ആളോട്, അയാളുടെ കുടുംബക്കാരോടുള്ള അനീതിയാണ് കേട്ടോ. പിന്നെ മക്കളെ ചെറിയൊരു പാളിക്കണം. 2 പേപ്പറല്ലുണ്ട്, നമുക്ക് 4 പേപ്പർ നോക്കാണ്ട്. 4 പേപ്പർ നമുക്ക് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഫുൾ മാർക്ക് തന്നെ നമുക്ക് ഉറപ്പിക്കണം മാക്സിമം. പിന്നെ വാർഷിക പരീക്ഷ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് മാത്രം കേട്ടാൽ പോരാ. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ വരികൾക്കിടയിൽ വായിച്ച് പഠിച്ച് അതിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ചോദിച്ച് അങ്ങനെ ഉത്തരങ്ങൾ പറഞ്ഞ് പഠിക്കണം. അപ്പോൾ ആ രൂപത്തിലുള്ള പഠിപ്പിക്കൽ ഇൻഷാ അല്ലാഹ് നമ്മളെ കോഴ്സിലുണ്ടാവും. ഇതിലിപ്പോൾ അതിനുള്ള സമയമല്ല, കാരണം അതിന് ഒരുപാട് സമയം വേണം. ഇതിലിപ്പോൾ നമുക്ക് 4 വർഷത്തെ ചോദ്യങ്ങൾ നോക്കട്ടോ. ഇനി സിദുക്കു നീയത്തി സത്യമായ നീയത്ത് അല്ലേ, അതെന്താണ്? ഹുവ അത് അയ്യക്കൂന ഖസ്ദുൽ ആബിദി ബി അമലിഹി ഒരാൾ ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അയാൾ എന്താ ഉദ്ദേശിക്കുന്നത്? റിളല്ലാഹി ഫഖത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾ പള്ളിക്ക് വന്ന് നന്നായി നിസ്കരിക്കുന്നുണ്ട്, എന്താ കൊണ്ട് ഉദ്ദേശം? അള്ളാഹിൻ്റെ തൃപ്തി കിട്ടണം. അള്ളയാണ് ആരോഗ്യവും അന്തവും കുന്തവും സമ്പത്തും കുടുംബവും കൂട്ടുകാരും ശ്വാസവും എല്ലാം തന്നത്. മിനിമം ഒരു 4 റക്അത്ത് നിസ്കാരമെങ്കിലും വേണ്ടേ? അതിൻ്റെ കൂടെ 2 റക്അത്ത് സുന്നത്തൂടെ കടന്നോട്ടെ, അള്ളാഹിൻ്റെ തൃപ്തി കിട്ടണ്ടേ എന്ന മൈൻഡിലാണ് അദ്ദേഹം അത് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതാണ് സിദുഖ് നിയ്യത്ത്. നേരെ മറിച്ച് എന്തിനല്ല, പള്ളിയൊക്കെ വന്ന് അങ്ങനെ നിസ്കരിച്ച് മറിച്ചുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഞാൻ ഭയങ്കര നിസ്കാരക്കാരനാണെന്ന് നാട്ടുകാർക്ക് തോന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊരു തേങ്ങാപ്പൂള് പോലും കിട്ടാനില്ല കേട്ടോ. അടുത്തത് മിഫ്താഹുൽ ഉലൂമി അറിവിൻ്റെ
താക്കോല്. അതെന്താണ്? ഇന്നൽ ഫിക്കറ അഥവാ ചിന്തിക്കുക എന്നുള്ളതാണ് അറിവിൻ്റെ താക്കോല് അല്ലേ? ഇബ്രാഹിം നബിൻ്റെ സംഭവങ്ങൾക്ക് അറിയില്ലേ? ഇബ്രാഹിം നബി ബിംബങ്ങളെ ആരാധിക്കണ ഒരു കൂട്ടത്തൊക്കെ ജനിച്ച് വീണ തന്നെ. മൂപ്പരെ ബാപ്പ ബിംബങ്ങളെ വിൽക്കണ ആളിനെ. ആ സ്ഥലത്തുനിന്ന് മൂപ്പര് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിലേക്ക് എത്തി അല്ലേ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയൊക്കെ പരമ്പര എത്തുന്നതായിട്ട് പറയല് ഇബ്രാഹിം നബിൻ്റെക്ക് എന്നാ. അത്രയും വലിയ പൊസിഷനിലേക്ക് എത്തി. ഇബ്രാഹിം നബി എന്താ കാട്ടിയത്? എത്ര പേര് കാട്ടുന്നത്? ബിംബങ്ങൾ ആരാധിക്കുക. ബിംബങ്ങളെടുത്ത് പിന്നെ ഭക്ഷണം കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അതായിട്ട് ബിംബം തിന്നണമില്ല. ഈച്ച വന്നുകൊണ്ട് തിന്നണുണ്ട്, കാക്ക വന്ന് തിന്നണുണ്ട്, കാക്കനായിട്ട് ബിംബങ്ങൾ ആട്ടണമില്ല. പിന്നെ ഇപ്പം എന്തിനാണ് ബിംബങ്ങളെടുത്ത് കൊണ്ടുപോയിക്കണത്? മൂപ്പര് അങ്ങനെ ചിന്തിക്കണേ. മൂപ്പര് ക്ലാസ് എടുത്ത് കൊടുക്കാൻ വാപ്പയില്ല, ഉസ്താദ്മാരൊന്നുമില്ല നാട്ടിൽ. മൂപ്പര് ചിന്തിച്ചതാ. മൂപ്പര് മനസ്സിലാക്കിയത് ഇത് ഇഞ്ച പടച്ചോനല്ല, എനിക്കെല്ലാം തരുന്നത് ഈ ബിംബം അല്ല എന്ന് ഇബ്രാഹിം നബി അങ്ങനെ ചിന്തിച്ച് തിരിച്ചറിഞ്ഞതാ. എന്നിട്ട് ഇബ്രാഹിം നബി പടച്ചോനെ കണ്ടെത്താൻ നോക്കുകയാണ്. ആകാശത്ത് സൂര്യൻ വന്നപ്പോൾ സൂര്യൻ ബന്ധന്നെ ഇഞ്ച പടച്ചോ. ഇതന്നെയാണ് ഇഞ്ച പടച്ചോന്. ഇതെല്ലാത്തിനും വെളിച്ചെത്തിക്കുന്നുണ്ട്. ഭയങ്കര കഴിവുണ്ട്. ഇത്ര കഴിവ് ഞാൻ ആർക്കും കണ്ടിട്ടില്ല കേട്ടോ. സൂര്യൻ്റെ അത്ര കഴിവ് ആർക്കില്ല അല്ലേ? എല്ലായിടത്തും വെളിച്ചെത്തിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പടച്ചോൻ അയാൾ തന്നെ. രാത്രിയായപ്പോൾ സൂര്യൻ പോയി, ചന്ദ്രൻ വന്നു. സൂര്യൻ പോയോ? രാത്രി വെളിച്ചം നൽകാൻ സൂര്യന് കയ്യില്ലെന്നുണ്ടെങ്കിൽ അത് പടച്ചോനല്ല. പടച്ചോൻ പറയുമ്പോൾ അത് അള്ളാഹു എന്ന് പറയുമ്പോൾ അഥവാ സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും കഴിവ് വേണം, ന്യൂനത പാടില്ല. അങ്ങനെ അമ്പിളിയാമൻ വന്നു, അമ്പിളിയാമനും പോയി. അപ്പോൾ ഇതൊന്നുമല്ല, ഇതിനെയൊക്കെ പരിപാലിച്ച് പടച്ചിതാക്കുന്ന ഒരാളുണ്ട്, അള്ളാഹു ആണ് എന്ന് ഇബ്രാഹിം നബി പിന്നെ അങ്ങനെ ചിന്തിച്ച് കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെ ചിന്തയാണ് അറിവിൻ്റെ താക്കോല്. കുറേ നമ്മൾ കാണാതെ പഠിച്ച് മറിച്ചതുകൊണ്ട് മാത്രം സംഗതി മനസ്സിലാവില്ല. മനസ്സിലാക്കി ചിന്തിച്ച് പഠിക്കണം. അവിടെ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കി പഠിച്ചു. അതുകൊണ്ട് ഞാൻ പലപ്പോഴും മക്കളോട് പറയല്, നിങ്ങൾ ചോദ്യോത്തരങ്ങളും മറ്റൊക്കെ ഇങ്ങനെ ചൊല്ലി പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, മനസ്സിലാക്കി പഠിച്ചാലുകൊണ്ട് കാര്യമുള്ളൂ കേട്ടോ. ഇനി അടുത്തത് നക്തുബുദ്ദരീല, നമുക്ക് തെളിവ് എഴുതണം കേട്ടോ. യുസ്തഹബു തബറുഖു ബി ആസാരി സ്വാലിഹീന, സ്വാലിഹീങ്ങളായ ആളുകളുടെ ആസാറ് കൊണ്ട് ബറക്കത്തെടുക്കുന്നത് സുന്നത്താക്കപ്പെടും. എന്താ അതിൻ്റെ തെളിവ്? ഇതാ തവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്യുമ്പോൾ കാതു യക്തത്തിലൂന, അവർ യുദ്ധം ചെയ്യാൻ വരെ അടുത്തിരുന്നു. ഹല വുളൂഹി, നബി തങ്ങൾ വുളൂ ഉണ്ടാക്കിയ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. നബി തങ്ങൾ വുളൂ ചെയ്ത ആ വെള്ളം അല്ലേ, അതാണ് ആസാറ് എന്നുള്ളത് ഉദ്ദേശിച്ചത്. എന്നിട്ട് ആ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് സ്വഹാബിമാർ തിരക്ക് കൂടി, അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ടേ. അതിൻ്റെ തെളിവാണ്. ഇനി അല്ലാലിമു ഗൈറു മുഫ്ലിഹിൻ, അക്രമകാരി വിജയിക്കൂല. അതിൻ്റെ തെളിവെന്താ? ഇന്നഹു ലാ യുഫ്ലിഹുൽ ലാലിമീന അല്ലേ, തീർച്ചയായിട്ടും അക്രമകാരികളായ ആളുകൾ വിജയിക്കുകയില്ല. ഇന്നഹു തീർച്ചയായും കാര്യം, ലാ യുഫ്ലിഹു വിജയിക്കുകയില്ല, അല്ലാലിമീന അക്രമകാരികളായ ആളുകൾ. ഇനി നമുക്ക് പൂർത്തിയാക്കാനുണ്ടോ മക്കളെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കണേ. എന്താ പറഞ്ഞത്? യഗ്ദിലു, നിങ്ങൾ നീതി കാണിക്കണുണ്ടോ? ബൈന ഔലാദിക്കും, നിങ്ങളുടെ കുട്ടികൾക്കിടയിൽ. എന്തിൻ്റെ കാര്യത്തിൽ? ഫിന്നോഹിലി, അനന്തര സ്വത്തിൻ്റെ കാര്യത്തിൽ, അനന്തരാവകാശത്തിൻ്റെ കാര്യത്തിൽ മക്കൾക്കിടയിൽ നീതി കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ല, അത് ജീവിതത്തിലും വേണം കേട്ടോ. പക്ഷെ പലപ്പോഴും വലിയ മക്കളെ കാര്യം ഇപ്പോൾ അഞ്ചൻ്റെ അഞ്ചനെയും പെങ്ങളെയൊക്കെ പാടെ നോക്കി വലുതാക്കിയ ഒരു പ്രവാസി അയാളുടെ പഠനം മറ്റൊക്കെ മുടക്കിയത്. അതേസമയത്ത് ഈ അഞ്ചൻ കുട്ടിയും പെങ്ങളുട്ടിയൊക്കെ നല്ലതായി പഠിച്ചും മറ്റൊക്കെ അയക്കും. പിന്നെ ഇവര് നല്ല ജോലി നേടിയേക്കും. ഈ മൂത്ത മകന് വലിയ ജോലിയിട്ട് ഉണ്ടാവില്ല. പിന്നെ ഉമ്മാർക്കും ബാപ്പാർക്കും ഈ അഞ്ചനോടും അഞ്ചത്തിനോടൊക്കെ ഭയങ്കര സ്നേഹം. കാരണം ഓല കൂടുതൽ പൈസ കൊണ്ടുവരണേ, മറ്റവനായി മാത്രം പഠിച്ചാല സംവിധാനം ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ഓനാണ് മൂഞ്ചന പരിപാടി. അങ്ങനെ പല ഈ കുടുംബത്തിലും കാണലുണ്ട്. ചിലപ്പോൾ പല നിങ്ങൾ ഈ കേൾക്കുന്ന കുട്ടികളെ പല വാപ്പാരും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ അത് വല്യപ്പാരോടും വല്യമാരോടൊക്കെ അങ്ങനെ കാട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് തിരുത്തണം കേട്ടോ. അത് വെറുതെ വളമ്പല്ലേ ഉള്ള കാര്യമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുമാണ്. ഇവിടെ അനന്തരാവകാശത്തിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും അത് മൊത്തത്തിൽ നമ്മളത് പാലിക്കണം. ഇനി കാലൽ ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നിഫാഖുൽ അസ്ഗറു വസീലത്തുൻ ഇലൻ നിഫാഖിൽ അക്ബരി, ചെറിയ കാപട്യം വലിയ കാപട്യത്തിലേക്കുള്ള മാർഗമാണ് എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു.
ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സിറു നിങ്ങൾ അധികരിപ്പിക്കുക മിൻ ദിക്രി ഓർക്കൽ. എന്തിനെക്കുറിച്ചുള്ള ഓർക്കൽ? മരണത്തെക്കുറിച്ചുള്ള ഓർക്കൽ. എന്താ മരണത്തിൻ്റെ പ്രത്യേകത? ഹാദിമില്ലദാത്ത് എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണം അല്ലേ? നമ്മളിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് കുടുംബം ഉണ്ടാക്കി, വീടുണ്ടാക്കി, വണ്ടിയുണ്ട്, സൗകര്യമുണ്ട്, പണമുണ്ട്, ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. ഒരു നിമിഷം ഒരു ഹൃദയാഘാതം വന്നാൽ കഴിഞ്ഞില്ലേ. സംഭവ സൗകര്യമൊക്കെ നമുക്ക് വേണം അല്ലേ? ഹലാലായതൊന്നും നമ്മൾ വെറുതെ മെയിനായിങ്ങാണ്ട് ഹറാമാക്കൊന്നും വേണ്ട. പക്ഷേ അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഈ ഓർമ്മ വേണം, ഏത് നിമിഷം മരിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള നിസ്കാരം, നോമ്പ്, നമ്മൾ കൊടുക്കാനുള്ള സക്കാത്ത്, നമ്മൾ നിർവഹിക്കാനുള്ള ഹജ്ജ്, ഉംറ കാര്യങ്ങളൊക്കെ നമ്മൾ സേഫാക്കിയിരിക്കണം. പ്രത്യേകിച്ച് സക്കാത്ത് അത് പല ആൾക്കാരും കൃത്യമായി കൊണ്ടു നടക്കില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ തടി കഴിച്ചിലാക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. അവനവൻ്റെ താല്പര്യം പോലെ തടി കഴിച്ചിലാക്കുക കേട്ടോ. ഖദ് ജാഅ ഫിൽ ഹദീസ്, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, തഫക്കറു നിങ്ങൾ ചിന്തിക്കുക, ഫി ഖൽഖില്ലാഹി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ ചിന്തിച്ചോളി, വലാ തഫക്കറു നിങ്ങൾ ചിന്തിക്കരുത്, ഫി ദാത്തില്ലാഹി അള്ളാഹുവിൻ്റെ സത്തയിൽ നിങ്ങൾ ചിന്തിക്കരുത്. അത് നമ്മൾ വല്ലാതെ നമുക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല, നമുക്കതിൽ മാത്രം ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. എന്നാലും ഇപ്പോൾ അള്ളാഹനെ ഉണ്ടാക്കിയ ഒരാളുണ്ടാവില്ലേ, അള്ള ഇപ്പോൾ എവിടെ നിൽക്കണുണ്ടാവുക? എന്നാലും ഇപ്പോൾ അള്ള ഇപ്പോൾ അങ്ങനെ താമസിക്കാനുള്ള ഒരു സ്ഥലം വേണ്ടേ? അള്ള ഏറ്റവും വലുതാന്നൊക്കെ പറയുന്നു, എന്നിട്ട് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇങ്ങനെ ഓരോ പൊട്ട ചിന്തിച്ച് ലാസ്റ്റ് നമ്മൾ നിരീശ്വരവാദിയായിട്ട് തീരെ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് മാത്രമുള്ള ബുദ്ധി നമുക്കില്ല. അത് നമുക്ക് പോവാതൊക്കെ നല്ലത് കേട്ടോ. അതൊക്കെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വോയിസിൽ പഠിക്കണം. നമുക്ക് ഇനി ചോദ്യത്തരം ഇതാണ്, മാതാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഫളലിൽ ഇസ്തിഗ്ഫാരി, പൊറുക്കലിനെ തേടുമല്ലോ, തെറ്റുകളെല്ലാം നമ്മൾ പൊറുക്കലിനെ തേടുമല്ലോ, അതിൻ്റെ ശ്രേഷ്ഠതയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീക്കിൻ മഖ്റജ, ആരെങ്കിലും അള്ളാഹിനോട് പൊറുക്കലിനെ തേടലിനെ ഒരു നിർബന്ധമായിട്ട് ഇങ്ങനെ പോന്നാൽ അവന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു ഉറവിടം അള്ളാഹു നൽകും. പ്രയാസപ്പെട്ട് നിൽക്കുക, പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യം എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് രക്ഷപ്പെട്ട് ഇങ്ങനെ വരും. എങ്ങനെയും അവരെ വിശദീകരിക്കാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ ഒമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഒരു വിടവ് അള്ളാഹു നൽകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പോലും വിചാരിക്കാത്ത രൂപത്തിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. തെറ്റുകുറ്റങ്ങൾ ഒരുപാട് വരും. അപ്പോൾ അള്ളാഹിനോട് പൊറുക്കലിന് ഇങ്ങനെ തേടി കൊടുക്കുക ഭയങ്കര സംഭവമാണ്. അപ്പം നമുക്ക് കിട്ടാനുള്ളത് തന്നെയല്ലേ. ചിലപ്പോൾ നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ടാവും നമ്മൾ ബിസിനസ്സോ കച്ചവടമൊക്കെ വിജയിക്കാനൊക്കെ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമുക്ക് പല നഷ്ടങ്ങളും പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൻ്റെ പല കോണുകളും പല രീതിയിലും വന്നിട്ടുണ്ടാവും. അതിനൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കാതെ നമ്മൾ രക്ഷപ്പെടുന്നതും പെടാൻ നിൽക്കുന്നതും ഒക്കെ ചിലപ്പോൾ പുറക്കലിനെ തേടുന്നുകൊണ്ടായിരിക്കാം. എനിക്കങ്ങനെ ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, അതിൻ്റെ ശ്രേഷ്ഠത ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. സലാസുൻ മൻ കുല്ല ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മാഹുന്ന, അല്ലേ? ഇതൊരു കൺസിസ്റ്റൻസിയുള്ളൊരു ചോദ്യം, എല്ലാത്തിലും വരും, ഒരു സ്ഥിരത ഉള്ള ചോദ്യമാണിത്. ഒന്നെന്താ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അല്ലേ? മറ്റെല്ലാവരേക്കാളും അള്ളാഹുവും റസൂലുമാണ് അവന് ഏറ്റവും ഇഷ്ടം, ഒന്ന്. പിന്നെ മറ്റൊന്ന് യുഹിബ്ബൽ മർഹ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അവന് ഒരാൾ ഇഷ്ടമാണ്. ആ ഇഷ്ടം എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടം. ഇപ്പോൾ നാട്ടിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഉണ്ട്. അപ്പോൾ അയാളുടെ സ്വഭാവം, പെരുമാറ്റം, അയാളുടെ ആരാധന രീതി, നടപ്പ് എല്ലാം നമുക്ക് ഇഷ്ടമാണെങ്കിൽ അത് എന്തുകൊണ്ടുള്ള ഇഷ്ടമാണ്? അല്ലേ? അയാൾ നല്ല രീതിയിൽ ജീവിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നതുകൊണ്ടുള്ളൊരു ഇഷ്ടമാണ്, അതൊക്കെ. അല്ലാതെ അയാളുടെ നിന്ന് ചങ്ങാത്ത നടിച്ച് പൈസ കടം കിട്ടാനോ പൈസ വാങ്ങാനോ അയാളുടെ സമ്പത്ത് മോഹിച്ചിട്ടോ അല്ല, അല്ലേ? അവർക്ക് ഈമാൻ്റെ മാധുര്യം കിട്ടുന്നതാണ്. മൂന്നാമത്തെ വിഭാഗത അയ്യക്കറ അയ്യകൂദ ഫിൽ കുഫരി ബാദ അൻ അങ്കദുല്ലാഹു മിൻഹു കമായക്കറ അയ്യക്കദ ഫിന്നാർ. ഒരാൾ അമുസ്ലിമായിരുന്നു, അതിന് അള്ളാഹു രക്ഷപ്പെടുത്തി അയാളെ മുസ്ലിമാക്കി മാറ്റി. ഇനി അയാൾ ആ ഇസ്ലാമെന്ന് വീണ്ടും പഴയ മതത്തിലേക്ക് മടങ്ങൽ വെറുക്കുന്നുണ്ട്. എത്രത്തോളം ഒരാളെ തീയിലിട്ട് കരിക്കുമല്ലോ, അതെത്രത്തോളം വെറുക്കുന്നുണ്ട് അത്രത്തോളം അയാൾക്കും വെറുക്കുന്നുണ്ട് ഈ സംഗതി. അഥവാ ഇസ്ലാമെന്ന് മടങ്ങിയാണ്ട് മറ്റേക്ക് തന്നെ പോകുക എന്നുള്ളത്. അയാൾക്കും ഈമാൻ്റെ മാധുര്യം ലഭിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ. ഇനി നമുക്ക് പരിഭാഷപ്പെടുത്താനാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
അക്സറുമായി ഉദ്ഖിലുൻ നാസൽ ജന്നത, ജനങ്ങൾ അധികവും സ്വർഗത്തിൽ കടക്കണതിൻ്റെ കാരണം എന്താണോ? ജനങ്ങൾ അധികവും സ്വർഗത്തിൽ കടത്തുന്നത് എന്താണോ? തഖ്വല്ലാഹി, പടച്ചോനെ പേടിയറിയില്ല. നമ്മൾ പച്ച മലയാളത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹുസ്നുൽ ഖുൽഖി, നല്ല സൽസ്വഭാവം. ഈ രണ്ട് കാരണം കൊണ്ടാണ് ജനങ്ങൾ അധികവും സ്വർഗത്തിൽ കടക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നമ്മളൊരു പേപ്പർ തീർന്നു. ഇതിലധികം വിശദീകരണം ഉണ്ടായിരുന്നു. മറ്റു പേപ്പറിൽ നമ്മൾ അധികം വിശദീകരണം അല്ലാതെ കഴിക്കാൻ നോക്കാം. എന്നാലും ചിലത് നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കി പഠിച്ചാലേ ഓർമ്മ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ടോ. ടൈം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നേരം വൈകുണ്ടാവും. പക്ഷേ മക്കളെ ഈ പ്രായത്തിൽ ഇതൊക്കെ കേട്ട് പഠിക്കാനുള്ള നേരം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളേതായ വേറെ വലിയ ഉത്തരവാദിത്തങ്ങൾ വരും വലുതായാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഓർത്ത് കാര്യങ്ങൾ ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അല്ലാതെ അപ്പോൾ ഇത് കേട്ടിട്ടുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. പിന്നെ വലുതായ നിങ്ങളെ കച്ചവടം, കുട്ടികൾ മറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇപ്പോൾ ഈ സമയം കുറച്ചൊക്കെ ഇതിന് വേണ്ടി വിനിയോഗിക്കാം. എന്തെങ്കിലും വേറെ ചടക്കാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അത് നിർത്താം. വേറെ എന്തെങ്കിലും കളിച്ചാൽ പിന്നെ ചടപ്പ് മാറിയിട്ട് വീണ്ടും വരാം. ഞാൻ അങ്ങനെ തന്നെ കാട്ടല്ലേ. ഞാനിപ്പോൾ രാവിലെ മുതൽ ഇതിനായിട്ട് കുത്തിരിക്കും. രാത്രി ചിലപ്പോൾ കടക്കോളൂ, ചിലപ്പോൾ 1 മണി വരെ, ചിലപ്പോൾ 4 മണി, പുലർച്ചയ്ക്ക് 4 മണിക്ക് തുടങ്ങും. പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങോട്ട് പിരിമുറുക്കം എന്തെങ്കിലുമൊക്കെ വന്നാൽ ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും പണിയൊക്കെ പോകും, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ചടപ്പ് മാറ്റി വീണ്ടും ഇതിലേക്ക് തന്നെ വരും. അങ്ങനെ കാട്ടിയാൽ മതി കേട്ടോ. അല്ലാതെ ചടച്ചിരുന്ന് പഠിക്കണം ഒന്നുമില്ല. ഇത് നമ്മൾ മാർക്കിന് വേണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇതങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാനാണ് ജീവിതത്തിലുടനീളം. നമുക്ക് രണ്ടാമത്തെ പേപ്പറിലേക്ക് കടക്കാം. നമ്മൾ രണ്ടാമത്തെ പേപ്പറിലേക്ക് കടന്നു. ഇവിടെ നമുക്ക് ഒന്നാമതായിട്ട് യോജിപ്പിക്കാൻ തന്നെയാണ് കേട്ടോ. ഇന്ന ന്യാമത, തീർച്ചയായിട്ടും അനുഗ്രഹങ്ങളെ, ഇതാരം തുഷ്കർ, ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി അള്ളാഹിനോട് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ജാലത്ത് അത് നീങ്ങിപ്പോ. പക്ഷേ വലം തകുത്, അത് പിന്നെ മടങ്ങി വരില്ല. അന്നിഫാഖു, എന്താണ് കാപട്യം? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ പാഠഭാഗത്തിൽ ചുരുക്കി ടോപ്പായിട്ട് പറയുന്നുണ്ട്. അത് ഇൽഹാറുൽ ഈമാന്, ഈമാന് വെളിവാക്കുക, വിശ്വാസിയാണ് എന്ന് വെളിവാക്കുക. കാഴ്ചയിലും വിശ്വാസിയാണ്, എന്നാലോ ഇബ്താനുൽ കുഫ്രി, സത്യനിഷേധം മറച്ചു വെക്കുക. അല്ലേ? കറക്റ്റായിട്ട് അതിൻ്റെ മറുപടി നമ്മൾ എങ്ങനെ കൊടുക്കണ്ടേ? നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്, അതിൻ്റെ ഭാഗമാണ്. കാഴ്ചയിൽ യഥാർത്ഥ മുസ്ലിമാണൊക്കെയാണ്, പക്ഷേ ഉള്ളിലോൻ ഇസ്ലാമിനെതിരാണ്. ഇസ്ലാമിലെ പല നിയമങ്ങളും ഓനങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഈ അപ്പോഴും 6-ാം നൂറ്റാണ്ട് എന്നുള്ള എത്തവരെ കഥ, പണ്ടത്തെ നിയമങ്ങളൊക്കെ ഇങ്ങനെ പാലിച്ചുകൊണ്ട് നിൽക്കണം, അതൊക്കെ പരിഷ്കരിക്കണം അല്ലേ? പല പബ്ലിക് ഇൻ്റർവ്യൂവിലൊക്കെ ചില പെൺകുട്ടികളൊക്കെ പറയലുണ്ട്. അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ മനസ്സിൽ ഇപ്പോഴത്തെ പുതിയ തലമുറൻ്റെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. ഇത് അങ്ങനെ മാറ്റം വരുത്താൻ പറ്റിയതല്ലല്ലോ. രാജ്യങ്ങളുടെ ഭരണഘടന പോലും വളരെ കണിശമായിട്ട് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. എന്നാൽ ഇസ്ലാമിൻ്റെ ഭരണഘടന ഒരിക്കലും അങ്ങനെ മാറ്റം വരുത്താൻ പറ്റില്ല. പോട്ടെ, വിശദമായിട്ട് നമുക്ക് പഠിക്കണം കോഴ്സിൽ. അടുത്തതാൽ ഖബറു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഖബറു ഒന്നെങ്കിൽ സ്വർഗത്തോപ്പേകരം, നല്ല സുഖേക്കും. ഇപ്പം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരലോക ജീവിതത്തിൻ്റെ ആദ്യത്തെ കവാടം ഖബറാണ്. അവിടെ നമ്മളെ ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഖബർ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പായിരിക്കുന്നതാണ്. എന്നാലോ അല്ലെങ്കിലോ ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നിയറാണ്, അല്ലെങ്കിൽ നരകക്കുണ്ടായിരിക്കും ഖബറെന്ന്. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ മൻറബ്ബുക മൻ നബിയുക തുടങ്ങിയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ അല്ലേ? അതിനായിട്ട് 2 മരക്കാളൊക്കെ ഉണ്ട് പറഞ്ഞല്ലേ? മുൻകറും നക്കീറൊക്കെ വന്ന് അതിനായിട്ട് വന്ന് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ചോദ്യം ഒരു സംഭവം തന്നെയായിരിക്കും. അതിനായിട്ട് 2 മരക്കാളല്ലേ? ഖബറിൽ ചോദ്യം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അവർക്ക്. പിന്നെ അവിടെ അരങ്ങോട്ടായും അല്ലെങ്കിൽ ഈ ഈർക്കലുണ്ടൊരു അടിയും കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, 2 മരക്കാൾ അതിനായിട്ട് വരുമ്പോൾ കിട്ടുന്ന സമ്മാനം നല്ല സ്വർഗം അല്ലെങ്കിൽ തീയൊക്കെ തന്നെ ആകണ്ടേ? അപ്പോഴല്ലേ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. പഠിച്ചു നമ്മളെല്ലാവരും കഴിച്ചിലാക്കട്ടെ. ഏതായാലും ഇനി അസിദുക്കു, സത്യം പറയാന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അത് അസ്ലുൽ ഫളായിൽ, അത് ശ്രേഷ്ഠതകളുടെ അടിസ്ഥാനമാണ്. വറസി അഖ്ലാഖിൽ ഹസന, സൽസ്വഭാവത്തിൻ്റെ തലി എന്താണ്? സത്യം പറയാന്നുള്ളതാണ്. നോണ അറിയുന്ന ആൾ നല്ല സ്വഭാവമുള്ള ആളാണെന്ന് നമുക്ക് എപ്പോഴേലും പറയാൻ പറ്റുമോ? ഇല്ല. സൽസ്വഭാവി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ സത്യം പറയുന്ന ആളാണ്. വെറുതെ നുണാറിനാക്കി 10 പൈസക്ക് വില ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല, ഒരു കാര്യം ആരും ഏൽപ്പിക്കില്ല. കുറച്ചു കാലം അല്ലേ, അങ്ങനെ ചൊല്ലുണ്ടല്ലോ, കുറച്ചു കാലം എല്ലാവരും പൊട്ടന്മാരാക്കാം, പക്ഷേ എല്ലാ കാലത്തും പറ്റില്ല. പോട്ടെ. ഇതാ മറർത്തും ബിരിയാദിൽ ജന്ന ഫർത്തവു, ഇതാ മറർത്തും നിങ്ങൾ നടക്കുകയാണെങ്കിൽ ബിരിയാദിൽ ജന്ന, സ്വർഗത്തോപ്പിൻ്റെ അരികിൽ കൂടെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഫർത്തവു, അവിടെ നിന്ന് ഇരുന്ന് ആസ്വദിച്ച് ആനന്ദിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി.
എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചത്, നിങ്ങൾ ദിക്റിൻ്റെ അറിവിൻ്റെയൊക്കെ സദസ്സിൻ്റെ അരികിലൂടെ പോവുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് അതൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി പോയിക്കോളി. ദുനിയാവിലെ സ്വർഗത്തിൻ്റെ തോപ്പ് എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ സദസ്സാണ് എന്ന അറിവ് പഠിക്കുന്നതിന് അത്രയും പ്രാധാന്യമുണ്ട് മക്കളെ. നിങ്ങൾ മദ്രസയിലൊക്കെ വരുന്നതിന് നിങ്ങൾക്കുള്ള പവർ നിങ്ങൾക്ക് അറിയില്ല. ഒരു മദ്രസയ്ക്ക് വരുന്ന കുട്ടിക്ക് അത്രയും വലിയ പവറാണ്. ചിലപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടാവില്ല. നമ്മളെന്താ പലപ്പോഴും സ്കൂളത്തേക്കും കൂടുതൽ പഠിക്കുന്നത് നിങ്ങൾ മദ്രസയ്ക്ക് വന്ന് പോണതിന് അത്രയും പ്രാധാന്യമുണ്ട്. പല കുട്ടികളെ പരീക്ഷേൻ്റെ സമയത്ത് വീഡിയോകൾ മാത്രം കണ്ട് പരീക്ഷയ്ക്ക് പോകണവരൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ അത്രയും ഉഷാറാണ് കേട്ടോ. അടുത്തത് തബറുക്ക് ബറക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ബറക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ലുഅത്തന്, അത് ഭാഷാർത്ഥ പ്രകാരം എന്താണ്? ത്വലബുൽ ബറക്കത്തിനെ തേടുക എന്നാണ് കേട്ടോ. പോട്ടെ, ഇനി നമുക്ക് പൂർത്തിയാക്കാനാണ് കേട്ടോ. അത്തഹാബുബു ഫില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പരസ്പരമുള്ള സ്നേഹം. വലുഹുവത്തു ഫി ദീനിഹി, അള്ളാഹുവിൻ്റെ ദീനിലുള്ള സാഹോദര്യം. അതെന്താണ്? മിൻ അഫ്ളലിൽ ഇബാദാത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകളിൽ പെട്ടതാണ് കേട്ടോ. പരസ്പരമുള്ള സ്നേഹവും സാഹോദര്യമൊക്കെ അതിനത്രയും ആരാധനയുടെ കൂലിയുണ്ട്, ശ്രേഷ്ഠതയുണ്ട് അല്ലേ? അത് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ? രോഗിയാകുമ്പോൾ, പലപ്പോഴും ബുദ്ധിമുട്ടിലാകുമ്പോൾ, ഒരു കല്യാണ വീട്ടിൽ, കുടിരിക്കലിൻ്റെ വീട്ടിൽ, മരണ വീട്ടിൽ എല്ലാവിധ സഹായവും നാട്ടുകാർ ചെയ്യും. അതെന്തുകൊണ്ടാണ്? പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ്. അതിന് ഭയങ്കര കൂലിയുണ്ട് എന്നാണ് ഈ പറഞ്ഞത് കേട്ടോ. വദിക്കറുൽ മൗത്തി, ഇപ്പോൾ നമ്മളെ ഈ നേരെ മുമ്പത്തെ ചോദ്യം ഇത് നമ്മൾ വിശദീകരിക്കാതെ നേരെ അത്തഹാബു ഫില്ലാഹി വൽഹുവത്തു ഫി ദീനിഹി മിൻ അഫ്ളൽ ഇബാദാത്തി എന്ന് പറഞ്ഞ് നേരെ പറഞ്ഞു പോയാൽ, അർത്ഥം പറഞ്ഞു പോയാൽ എന്താ സംഭവം എന്നുള്ള നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമോ? ശരിക്കും അങ്ങോട്ട് ഓടൂല. അപ്പോൾ അതിനാണ് നമ്മൾ ഉദാഹരണമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയൊക്കെ കയറ്റി തരുന്നത്. അങ്ങനെ നമ്മളെ മനസ്സിലായി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേട്ട് അല്ലെങ്കിൽ കാണാതെ അങ്ങനെ പഠിച്ചു പോയാൽ നമുക്ക് അധികകാലം ഉപകാരം കിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ വിശദീകരിക്കുമ്പോൾ ടൈം കയറും. എന്നാലും നമുക്കിത് ഏതായാലും ടൈം ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ട് പോവല്ലേ നല്ലത്, നല്ല ഉപകാരം കിട്ടുള്ളൂ. അഥവാ ഇതെന്താണെന്ന് പറയണ മനസ്സിലാവുള്ളൂ ശരിക്ക് കേട്ടോ. വദിക്കറുൽ മൗത്തി, മരണത്തെ ഓർക്കുക എന്നുള്ളത് യുസഹിദുന, നമ്മെ ത്യാഗിയാക്കി തീർക്കും. ദുന്യാവിൽ വയുറഖീബുന ഫിൽ ആഖിറ, പരലോകത്തെക്കുറിച്ച് നമുക്ക് ആഗ്രഹം ഉണ്ടാക്കുകയും ചെയ്യും. അഥവാ മരണത്തെ ഒരാൾ ഓർക്കുകയാണെങ്കിൽ ദുന്യാവിൽ അധികം നേടാനുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ഇനി നേടിയാലും ദാനധർമ്മം ഇങ്ങനെ ചെയ്തുകൊണ്ട് വെക്കും. അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ MA യൂസഫ് അലി, അതേമാതിരി ആ കുട്ടിക്ക അല്ലേ, ഇവരൊക്കെ എത്രങ്ങാനും ദാനധർമ്മം ചെയ്യണേ. അല്ലാതെ ഇവരിങ്ങനെ ഉണ്ടാക്കുക പിടിച്ചൊക്കെ അങ്ങനത്തെ പരിപാടിയല്ലല്ലോ. ദാനധർമ്മം നല്ലോണം ചെയ്യലുണ്ട്. ഓരൊക്കെ ഇത് കൃത്യമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കേട്ടോ. അതിൻ്റെ അപ്പുറം ചില ആൾക്കാരുണ്ട്, അവർക്ക് ദുന്യാവിൽ എന്ത് രോഗം വന്നാലും വിഷയമല്ല, എന്ത് നഷ്ടം വന്നാലും വിഷയമല്ല, എന്ത് തോൽവി വന്നാലും വിഷയമല്ല. അതിപ്പോൾ എന്താ ദുന്യാവല്ലേ? എന്തായാലും ഇവിടെ കുറച്ച് കാലം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ അജാതി ബുദ്ധിമുട്ടും പരീക്ഷണം ഉണ്ടായിരുന്നു. അതിലും വലിയ പരീക്ഷണം ആർക്കെങ്കിലും വരാണ്ടോ? വാപ്പാനെ കാണാൻ പറ്റിയില്ല. ഇമ്മ ചെറിയ കുട്ടിയായപ്പോൾ മരിച്ചു, വല്യാപ്പ മരിച്ചു, എളാപ്പ മരിച്ചു. ചെറിയ കുട്ടികൾ വരെ തോയ്ഫ് എറിഞ്ഞാട്ടി, കുടുംബക്കാരാട്ടി, നാട്ടുകാരാട്ടി. ഒരാളും വിശ്വസിക്കാത്ത കോലത്തേക്ക് എത്തി. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കണം. പിന്നെ ഇപ്പം നമുക്ക് ഉണ്ടായിക്കൂടെ എന്നുള്ള ചിന്തിച്ച് കണ്ട് കഴിയുന്നവരൊക്കെ ഉണ്ടാവും. അവർക്ക് ഭയങ്കര സമാധാനം വെക്കും. ദുന്യാവല്ല പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അയ്യൂബ് നബി അങ്ങനെ പറയണേ കുറേ ഉണ്ടാക്കി നമ്മൾ കോഴ്സിലേ കഴിയുള്ളൂ. ഇവിടെ നീണ്ടുപോകും. അതോടൊപ്പം തന്നെ മരണത്തെ ഓർത്താൽ, വദിക്കറുൽ മൗത്തി, മരണത്തെ ഓർത്താൽ ദുന്യാവിനെക്കുറിച്ചുള്ള ത്യാഗം ഉണ്ടാകും. അതുപോലെ തന്നെ വയുറഖീബുന ഫിൽ ആഖിറ, പരലോകത്തെക്കുറിച്ചുള്ളൊരു ആഗ്രഹവും നമുക്കുണ്ടാവും. അഥവാ നല്ലത് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ. ഉദാഹരണമായിട്ട് പതിവായിട്ട് ഫർള് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി നല്ല വൃത്തിയിൽ അത്തഹിയ്യാത്ത് തന്നെ ഇരുന്ന് ഓതുന്ന ആളാണെങ്കിൽ അയാൾക്ക് മരിച്ച സ്വർഗത്തിൽ കടക്കാനുള്ള തടസ്സം മരണം മാത്രമാണ്. അല്ലെങ്കിൽ നന്മകൾ ചെയ്തിങ്ങനെ ജീവിക്കുന്ന ഒരാൾ, അയാൾ മരണത്തെ പറ്റി ഓർക്കുമ്പോൾ എന്തൊക്കെ കരുതുക, മരിച്ചാൽ സ്വർഗത്തിലാവാലോ എന്നുള്ള ചിന്ത അയാൾക്ക് സ്വാഭാവികമായിട്ടും വരുള്ളൂ. അത് പരലോകത്തെക്കുറിച്ചൊരു ആഗ്രഹം സ്വാഭാവികമായിട്ട് അയാൾക്ക് ഉണ്ടാക്കും കേട്ടോ. പോട്ടെ, മൻ അറഫ നഫ്സഹു, ഒരാൾ സ്വന്തം ശരീരത്തെ മനസ്സിലാക്കിയാൽ ഫഖദ് അറഫ റബ്ബഹു, അവന് അള്ളാഹിനെ മനസ്സിലാവും. നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ ആലോചിക്കാം. ഈ ശരീരം നമ്മൾ ഭംഗിയായി കൊണ്ടുനടക്കണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പെരയിൽ പോലും 2 ദിവസം ആരും വെക്കൂല, മണത്തിട്ട് നിൽക്കൂല. അത്രയും വൃത്തിയിട്ട വാസനയായിരിക്കും.
മനുഷ്യൻ മൂത്രം ഒഴിക്കുന്നുണ്ട്, പക്ഷെ ആ മൂത്രം അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ആ വാസന വരുന്നില്ല, പുറത്തേക്കാകുമ്പോൾ ആ വാസന വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അടച്ച് വെച്ചിട്ടൊന്നുമില്ല, എന്നാലും അത് പുറത്തേക്ക് പോവാതെ നമ്മൾ ഒഴിക്കുമ്പോൾ മാത്രം ആ മൂത്രം പുറത്തേക്ക് വരുന്നു. അങ്ങനെ അങ്ങനെ തുടങ്ങി ഇങ്ങൊക്കെ നമ്മൾ വേറെ ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഓരോന്നും ചിന്തിച്ചാൽ ഇതൊക്കെ ആരാ സംവിധാനിച്ച് എന്ത് കൊടുത്തിട്ടല്ല നമുക്കിതൊക്കെ തന്നത്? ഒക്കെ നമുക്ക് ഓസിക്ക് കിട്ടിയതാണ്. അതിനെപ്പറ്റി എങ്ങനെ ചിന്തിച്ച് അങ്ങനെ പോയാൽ അള്ളാഹിനെ പറ്റി കൃത്യമായിട്ട് കിട്ടും. അതിനാണ് തലച്ചോറ് എന്ന് പറയുന്നതേ. നമുക്ക് കൂടുതൽ ചിന്താഗതി അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് കോഴ്സിലാക്കട്ടോ. ഇനി വലു ഷൈഇൻ ഫി മഹല്ലിഹി അദുലുൻ, അല്ലേ? ഒരു കാര്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വൽ കറാമത്ത്, എന്താണ് കറാമത്ത്? അമ്രുൽ ഖാരിഖുൻ, അസാധാരണമായ കാര്യമാണ്. സാധാരണ ഉള്ള കാര്യമല്ല, അസാധാരണ. എന്തിന്? ലിലാദത്തി, പതിവിന് വിപരീതമായ അസാധാരണമായ കാര്യം. അത് ഇവിടുന്ന് ആരത്തുനിന്ന് ഉണ്ടാവുക? യദ്ഹറു അലാ യദിൽ വലിയിൻ്റെ കരങ്ങളാൽ ഉണ്ടാകുന്ന പതിവിന് വിപരീതമായ അസാധാരണമായ കാര്യത്തിനാണ് കറാമത്ത് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കൈയൊട്ടിയാൽ ഒച്ച ഉണ്ടാവും, വലിയ കൈയൊട്ടിയാൽ ഒച്ച ഉണ്ടാവും, അത് സാധാരണ കാര്യം. നമ്മൾ ഇവിടുന്ന് വിളിച്ച് ആർത്ത് കൂവിയാൽ ഇതുവരെ കേൾക്കും, അല്ലേ? ഒരു 100-300 മീറ്റർ വരെ കേൾക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബൻ്റെ ഇടയിൽ യാ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞ സംഭവങ്ങൾക്ക് ഓർമ്മല്ലേ? എവിടെ വെച്ചിട്ടാ സാരിയ അത് കേട്ടത്? റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ നിന്ന് ഖുതുബ് ഓതുക, മലകളുടെ എവിടെയോ മൈലുകൾക്ക് അപ്പുറത്താണ് സാരിയ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യണം. മലകൾക്ക് ബാക്കിൽ കൂടെ ശത്രുക്കൾ വരുന്നുണ്ട് എന്ന് മദീന പള്ളിയിൽ നിന്ന് ഖുതുബൻ്റെ ഇടയിൽ പറയാം. മൈലുകൾക്ക് ഒരുപാട് അപ്പുറത്തുനിന്ന് സാരിയ റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ട് ബാക്ക് കൂടെ വരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാൻ അതുകൊണ്ട് കഴിഞ്ഞു, യുദ്ധം അതുകൊണ്ട് വിജയിച്ചു. അത് സാധാരണമാണോ? അല്ല, അസാധാരണമായ കാര്യം. അതാണ് കറാമത്ത് കേട്ടോ. പിന്നെ നമുക്ക് നക്തുബുൽ ഇസ്നൈൻ, 2 വീതം എഴുതാനാണ് കേട്ടോ. അൽ ആബാ ഉ, പിതാക്കന്മാർ, അൽ അഹക്കു ബി റഹ്മത്തിന്, നമ്മുടെ കരുണ കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട അവകാശികളായ ആൾക്കാരൊക്കെ. നമ്മൾ ഏറ്റവും കൂടുതൽ കരുണ ആരോടാ കാണിക്കേണ്ടത്? ദയ. ഒന്നല്ല ആബാവ്, നമ്മുടെ പിതാക്കന്മാരാ, അല്ലേ? പിതാക്കന്മാർ എന്താ പറയുക, രാവന്തില്ലാതെ പണിയെടുക്കണം. എന്നാൽ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും കഴിക്കണുണ്ടോ? ഒരുവിധം ഉണ്ടാവില്ല, ഒക്കെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടത് നമ്മുടെ ദയ തന്നെയാണ്. നമ്മുടെ മീൻസ് കുട്ടികളുടെ, അതേമാതിരി ഭാര്യമാരുടെ ദയ. അവർ ഏറ്റവും പ്രധാനമായിട്ട് അത് തന്നെ വേണ്ടത്. ചിലപ്പോൾ ഒരു ചൂടാവും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നൊക്കെ വരും. അപ്പോൾ അതിന് മറുപടി പറയാൻ ചിലപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, കഴിവൊക്കെ ഉണ്ടാവും, പക്ഷെ ഒന്ന് താന്ന് കൊടുക്കുക എന്നുള്ളത് അതൊരു കരുണയാണ്. അതേപോലെ തന്നെ ഉമ്മമാർ, അക്കരിബാവ്, നമ്മുടെ അടുത്ത കുടുംബക്കാർ, അസ്വാജ്, ഭാര്യമാർ, ഔലാദ്, കുട്ടികൾ, ജീറാൻ, അയൽവാസികൾ, ഇവരൊക്കെ നമ്മുടെ കരുണക്ക് അർഹതപ്പെട്ടവരാണ്, അല്ലേ? രണ്ടാമത്തത് അസ്ബാബു സൂ ഇൽ ഖാത്തിമ, ഒരാളുടെ മോശമായ മരണത്തിൻ്റെ കാരണങ്ങൾ കേട്ടോളി, അല്ലേ? മരണമാണ് ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കൂട്ടേണ്ടോട്ട് നോക്കിക്കോളി, അത് നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത്. അപ്പോൾ മോശമായ മരണം ആർക്ക് കിട്ടുക? ഒന്ന് ഫസാദുൽ എത്തിക്കാത്, വിശ്വാസം ഫസാദായ ആൾ. ശരിയായ വിശ്വാസം വേണം, അള്ളാഹിനെ കുറിച്ച് കൃത്യമായ വിശ്വാസം വേണം, ഖിയാമത്ത് നാൾ വിശ്വാസം വേണം, അല്ലേ? ഇതൊക്കെ ഓരോന്നും ഇങ്ങനെയുള്ള ഓരോന്നും കൃത്യമായ വിശ്വാസം ഉണ്ടാവും. ഇല്ലാത്തവർക്ക് മോശമായ മരണമൊക്കെ ഉണ്ടാവുക. പല ആൾക്കാരുണ്ടാവും, നാമധാരികളായ മുസ്ലിമീങ്ങൾ പലതും ഉണ്ടാവും. പുതിയതായിട്ട് ന്യൂജൻ തലമുറകളിൽ മക്കളായിരുന്നും പോയി പെടണ്ട കേട്ടോ. കൃത്യമായ വിശ്വാസം ഉണ്ടായിക്കോട്ടെ, എല്ലാം യാഥാർത്ഥ്യമാണ്. കോട്ടെ വിശദീകരിക്കാൻ നേരില്ല. അതോടൊപ്പം തന്നെ അൽ ഉദൂലു അനിൽ ഇസ്തിഖാമത്തി, ശരിയായ ജീവിതത്തിൽ നിന്ന് തെറ്റിയ ആളുകൾ. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, തോന്നിയ പോലെ ജീവിച്ചവരൊക്കെ അതിൽ പെടും കേട്ടോ. അവർക്കൊക്കെ മോശമായ ജീവിതമായിരിക്കും. കള്ളുടിച്ച് അങ്ങനെ നടക്കുക, കഞ്ചാവ് വലിച്ച് അങ്ങനെ നടക്കുക, അങ്ങനെ ഓരോന്ന് കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കുക, അതൊക്കെ മോശമായ മരണത്തിൻ്റെ കാരണങ്ങളാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇനി നമുക്ക് ചോദ്യോത്തരം എഴുതാനാണ് കേട്ടോ. നജീബു ഉത്തരം എഴുതാൻ. ഹാദിമുൽ ലദ്ദാത്തി മാഹുവ, എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്നത് എന്താണെന്ന് നേരത്തെ വന്നിട്ടുണ്ട്. അൽ മൗത്തു, മരണമാണ്, നേരത്തെ വിശദീകരിച്ചു. 2 അസ്ബാബു ഹുസ്നുൽ ഖാത്തിമത്തി മാഹിയ, നല്ല മരണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചെയ്താൽ നമുക്ക് നല്ല മരണം കിട്ടുക? ഒന്ന് അൽ ഇസ്തിഖാമത്തു അലൽ അമലി സ്വാലിഹ്, നല്ല ആരാധനാകർമ്മങ്ങളും നല്ല സൽക്കർമ്മങ്ങളുമായി ജീവിച്ച ആൾ, അതുമായി സ്ഥിരമായ ജീവിതം നയിച്ച ആൾ. 2 തഹ്സീനുൽ വന്നി ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ചൊരു നല്ല ഭാവന ഉള്ള ആൾ, അല്ലേ?
അള്ളാഹു എനിക്ക് പുറത്തു തരും, എനിക്ക് സ്വർഗം തരും, അള്ളാഹു എന്നോട് കരുണ ചെയ്യും എന്നൊരു തോന്നലുള്ളതാണ്. ആ തോന്നൽ വേണമെങ്കിൽ അത്യാവശ്യം നന്നായി ആരാധനയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അല്ലാതെ തെറ്റ് മാത്രം ചെയ്ത് നിൽക്കണമൊക്കെ അങ്ങനെ തോന്നുമോ? തോന്നുന്നതിൽ അർത്ഥമല്ലല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തോന്നില്ല. മാതാ കാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഫളലിൽ ഇസ്തിഗ്ഫാരി. അല്ലേ, നേരത്തെ വന്നിട്ടുണ്ട് ഇസ്തിഗ്ഫാറിൻ്റെ ശ്രേഷ്ഠത. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ. ഒരാൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടലിനെ സ്ഥിരമാക്കിയാൽ എല്ലാവിധ ഇടങ്ങേറിൽ നിന്നും ഒരു ഉറവിടം അള്ളാഹു നൽകുകയും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഒരു വിടവ് അള്ളാഹു നൽകുകയും വിചാരിക്കാത്ത രൂപത്തിൽ അവന് വേണ്ടതെല്ലാം അള്ളാഹു നൽകുകയും ചെയ്യും. അല്ലേ, നേരത്തെ വിശദീകരിച്ചു. 4-ാമത്തെ ചോദ്യം, അള്ളാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി മിമ്മൻ. അല്ലേ, അടിമകളിൽ നിന്ന് ഉള്ള തൗബ. ഒരു മനുഷ്യൻ തൗബ ചെയ്താൽ അള്ളാഹുവിന് സന്തോഷമാണ്. ആരേക്കാൾ സന്തോഷമായിരിക്കും? ആരേക്കാൾ സന്തോഷം അള്ളാഹുവിന് അടിമ തൗബ ചെയ്താൽ ഉണ്ടാവുക? അള്ളാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി മിൻ അഹദിക്കും സഖത അലാ ബഗൈരി ഫഖദ് അളലു ഫി അർളി ഫലാത്ത്. മരുഭൂമിയിലൂടെ ഒരാളിങ്ങനെ പോവാണ്, ഒട്ടകപ്പുറത്ത് കയറി പോവാണ്. വഴിയിൽ വെച്ച് ഒട്ടകത്തിനെ നഷ്ടപ്പെട്ടു. ഒട്ടകത്തെ കാണാനില്ല, മരുഭൂമിയിലാണ് പോയിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും ഒരേപോലെ ഉണ്ടാവും, കടലിൽ പൊട്ട പോലെയാണ്. അയാൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പെട്ടു, ഇവിടെ കടന്ന് ഞാൻ വിശന്ന് മരിക്കും എന്ന് അയാളിങ്ങനെ സ്വന്തം മനസ്സിൽ ഉറപ്പിക്കുന്ന സമയത്ത് ഒട്ടകം തിരിച്ചിങ്ങനെ വരുന്നുണ്ട്. ഒട്ടകത്തെ തിരിച്ച് കിട്ടും. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതിലും വലിയ സന്തോഷം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും? കാരണം അയാൾ മരണം ഉറപ്പിക്കുക. അയാൾ ഇഞ്ചിഞ്ചായിട്ട് വിശന്ന് മരിക്കുന്ന അയാൾ ഉറപ്പിച്ച് കഴിഞ്ഞു. ആ സമയത്ത് ഒട്ടകത്തെ തിരിച്ച് കിട്ടുമ്പോഴുള്ള സന്തോഷം, അതിലേറെ വലിയ സന്തോഷം ആർക്കെങ്കിലും ഉണ്ടാവുമോ? ഒരു കാറ് കിട്ടിയാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും, പക്ഷെ അതിനൊക്കെ പരിധിയുണ്ട്. കാരണം നമുക്ക് വേണമെങ്കിൽ നടന്നു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതങ്ങനെയല്ലേ, നടന്നാൽ എത്തൂല, എങ്ങോട്ട് നടക്കുക എങ്ങോട്ട് അറിയില്ലല്ലോ. അപ്പോൾ അയാളുടെ സന്തോഷം ഉണ്ടല്ലോ, അതിനേക്കാളും സന്തോഷമാണ് അള്ളാഹുവിന് നമ്മൾ തൗബ ചെയ്താലുണ്ടാകുന്ന സന്തോഷം എന്നാണ്. അപ്പോൾ നമ്മൾ തൗബ ചെയ്യണം, അള്ളാഹു ഇങ്ങനെ കാത്തു നിൽക്കുക, നമുക്ക് തെറ്റുകൾ പുറത്ത് തരാനല്ല. നമ്മളെ നരകത്തിലിട്ട് കാണാൻ ചിക്കൻ ഫ്രൈ ആക്കാൻ അൽഫാമാക്കാൻ അള്ളാഹുക്ക് തീരെ താല്പര്യമില്ല. നമ്മളെ തടി നമ്മളെ റൂഹ് തൊണ്ടക്കുയിലെത്തോളം കഴിച്ചിലാക്കാൻ അഥവാ തൗബ ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇനി 5-ാമത്തത്, മൻ യക്കൂനു കമൻ ആയത്തക്ക അറബാത്ത മിൻ വലതി ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ 4 മക്കളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുന്നത് ആർക്കാണ്? എന്ത് ചെയ്ത ആൾക്കാണ്? ഇസ്മായിൽ നബിയാണ് അത്രയും പ്രധാനപ്പെട്ട പ്രവാചകനാണ്. അല്ലേ, ആ നബിയുടെ 4 മക്കളെ മോചിപ്പിച്ച ആൾക്ക് ഉള്ള പ്രതിഫലം എന്ന് വെച്ചാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ 4 മക്കൾ അടിമകളാണ് എന്നൊന്നും അല്ല കേട്ടോ, പക്ഷെ അത്രയും പ്രതിഫലം കിട്ടും എന്നാണ് പറഞ്ഞത്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൽ യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് 10 മർറാത്ത് 10 തവണ ഇത് ചൊല്ലിയ ആൾക്കാണ് അത്രയും വലിയ പ്രതിഫലം കിട്ടുക. ഇത് നമ്മൾ സാധാരണ ചെല്ലലുണ്ടല്ലേ, സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മളിത് സലാം വീട്ടിലേക്ക് ഇതാ ചെല്ലുക. അതുപോലെ തന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ സലാം വീട്ടിൽ ഉടനെ നമ്മൾ പള്ളിയിൽ നിന്ന് ചെല്ലാറുള്ളത് അല്ലേ. അതിന് ശേഷം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പോലും പറയാറുള്ളൂ. അപ്പം അങ്ങനെ ചെയ്താൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളായ ഇസ്മായിൽ നബിൻ്റെ 4 മക്കളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച പ്രതിഫലമാണ്. ഇപ്പോൾ അടിമത്തല്ല, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, പണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അടിമനെ മോചിപ്പിക്കാൻ ഭയങ്കര പ്രതിഫലമുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇസ്മായിൽ നബിൻ്റെ മക്കൾ അടിമ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട, അതല്ല ഒരു ഉദാഹരണം പറഞ്ഞത്. ഇനി നമുക്ക് പരിഭാഷപ്പെടുത്താനാണ് കേട്ടോ. നീ ഉറങ്ങുക കനൗമത്തിൽ ആറൂസ്, ഒരു പുതിയാപ്പള, പുതുമളവാളൻ, ബ്രൈഡല്ല ഗ്രൂം കേട്ടോ, ബ്രൈഡ് ഗ്രൂമും എന്നും പറയലുണ്ട്. ഏതായാലും മണവാളൻ, നീ ഉറങ്ങുക കനൗമത്തിൽ ആറൂസ്, മണവാളൻ ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങുക. അല്ലത് എങ്ങനത്തെ മണവാളനാണ്? ലാ യൂക്കിലുഹു, അയാളെ ആ വ്യക്തിയെ വിളിച്ചുണർത്താൻ സാധിക്കൂല. കാരണം ആര് വിളിച്ചാലും അവൻ നീക്കൂല. ഇല്ല അഹബ്ബു അഖിലിഹി ഇലഹി, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ വിളിച്ചാലല്ലാതെ. അതാരാണ്? ആ മണവാളൻ്റെ മണവാട്ടിയാണ് അല്ലേ. പുതിയെണ്ണ്, പുതിയാപ്പിള, പല നാട്ടിലും പല പ്രയോഗങ്ങളാണ് അല്ലേ. ഒരു വിവാഹത്തിൻ്റെ ആദ്യ ദിവസം വേറെ ആര് വിളിച്ചാലും എണീക്കൂല. ഇപ്പോൾ പല സമ്പ്രദായങ്ങളുണ്ട്, അതല്ല, കാരണം അത് അത്രയും ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. ആ സമയത്ത് മണവാട്ടി വിളിച്ചാലേ മണവാളനെ എണീക്കുള്ളൂ. അപ്പോൾ അതുപോലെ ഉറങ്ങിക്കോ എന്ന് പറയും.
ഹത്താ യബ്അസഹു, അയാളെ അള്ളാഹു ഖിയാമത്ത് നാളിൽ പുനർജനിപ്പിക്കുന്നത് വരെ, മിൻ മദ്ജഇഹി ദാലിക, ആ കിടക്കുന്ന സ്ഥലത്ത് നിന്ന്. ഇതെന്തിനെ പറ്റിയാണ് പറഞ്ഞത്? ഖബറിൽ മലക്കുകൾ മുൻകർ ചോദ്യം ചോദിച്ച് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുകൾ ആ ഉത്തരം പറഞ്ഞ മനുഷ്യനോട് പറയുന്ന വർത്താനം, അജിക്ക് രക്ഷപ്പെട്ടു, അഞ്ഞ് പണിയൊന്നും എടുക്കണ്ട, പുതിയാപ്പിള കടന്നുറങ്ങണ മാതിരി എങ്ങനെ കടന്നുറങ്ങിക്കോ എന്നാ മനുഷ്യനോട് പറയുന്നതാണ്. അതാ നമുക്കൊക്കെ സുഖം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലേ. അങ്ങനെ കടന്നുറങ്ങാൻ നല്ല സുഖമുള്ള പരിപാടിയല്ലേ. അതിന് ഇവിടുന്ന് നമ്മൾ സൽക്കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതിൻ്റെ അർത്ഥം അവിടെ താഴെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആ അർത്ഥം അവിടെ എഴുതിയതുപോലെ അങ്ങനെയും വേണമെങ്കിൽ എഴുതട്ടോ പരീക്ഷയ്ക്ക്. ഇനി നമുക്ക് പൂരിപ്പിക്കാനാണ്. അല്ലാഹുമ്മ ഇന്നി, ഇതൊരു പ്രാർത്ഥന കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജിസി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ് വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ കഹരി റിജാൽ. വളരെ അർത്ഥവത്തായ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. നിങ്ങൾക്കത് കൃത്യമായിട്ട് ചൊല്ലി പഠിക്കാൻ വേണം. അതിൽ കോമൺ ആയിട്ട് വരുന്നതാണ് ഔദുബിക്ക ഔദുബിക്ക ഔദുബിക്ക. അതിൽ ഒന്നാമതായിട്ട് ചേർക്കാനുള്ള എന്താ? ഹമ്മ് ഹസന്, പിന്നെ അജിസ് കസല്, ജുബന് ബുഹല്, പിന്നെ ഗലബത്തി ദൈനി വക്കഹരി റിജാ. ഈ വാക്കുകൾ ക്രമപ്രകാരം അവിടെ ചേർത്ത് കൊടുക്കാൻ കിട്ടിയാൽ മതി. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നീ, തീർച്ചയായും ഞാൻ, അഊദുബിക്ക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിനൽ ഹമ്മി, വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ദുഃഖം. കച്ചവടം നഷ്ടത്തിലാകുമോ? പരീക്ഷ വരുന്നുണ്ട്, പരീക്ഷയിൽ തോൽക്കുമോ? ഇങ്ങനെ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ളൊരു ദുഃഖം. അതോടൊപ്പം തന്നെ വല്ല ഹസനി, കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ദുഃഖം, സംഭവിച്ച് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ദുഃഖം. അതിൽ നിന്നെല്ലാം നിന്നോട് പടച്ചോനെ ഞാൻ കാവൽ ചോദിക്കുന്നു. അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിനൽ അജ്സി, അശക്തതയിൽ നിന്ന്. അല്ലേ, ഒരു ശക്തി വേണം എല്ലാ കാര്യത്തിലും. അപ്പോൾ അശക്തതയിൽ നിന്ന് പടച്ചോനെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വൽ കസലി, മടിയിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മടിയാണ് ഏറ്റവും വലിയ അശക്തത. അല്ലേ, പഠിക്കാൻ എത്ര വലിയ ബുദ്ധി ഉണ്ടായിട്ടും പഠിക്കാത്ത കുട്ടികളുണ്ട്. ഇല്ലേ, പല ക്രിയേറ്റിവിറ്റി ഉണ്ടായിട്ടും അങ്ങനെ ഉണങ്ങി പബ്ജിയും കളിച്ച് ഫ്രീ ഫയറും കളിച്ച് സമയം വെറുതെ കളഞ്ഞ് കാലം കഴിയുന്ന ആൾക്കാരുണ്ട്. ഇല്ല, അപ്പോൾ കസൽ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി തന്നെയാണ്. മടി എന്ന് പറഞ്ഞ സാധനം പലപ്പോഴും വലിയ അന്തവും കുന്തവും ഇല്ലാത്തവർ അധ്വാനിച്ച് കണ്ട് വലിയ ലെവലിലേക്കൊക്കെ എത്തലുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക്, ഒരു കൺസിസ്റ്റൻസി, അതാണ് ഏറ്റവും പ്രധാനം. അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിനൽ ജുബ്നി, ഭീരുത്വത്തിൽ നിന്ന്. എല്ലാത്തിനും ഒരു പേടി, എല്ലാത്തിനും പേടി, അത് ഭയങ്കര ഡേഞ്ചറാണ് അല്ലേ. അപ്പോൾ അത് അല്ലാഹുവോട് കാവൽ ചോദിക്കുകയാണ്. വൽ ബുഖലി, പിശുക്കിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. പിശുക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഉള്ളിനനുസരിച്ച് ചിലവാക്കാൻ പറ്റുള്ളൂ, അതിന് പിശുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ സുഫിയാൻ ഉണ്ടല്ലോ, സുഫിയാൻ അറിയില്ലേ, ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് അത്യാവശ്യം നന്നായി അധ്വാനിച്ച് കോടീശ്വരനായ ചങ്ങായി, ഒരു ചെറുപ്പക്കാരൻ. അയാൾ പറയണ്ടേ, ഞാൻ പണ്ടൊക്കെ നല്ലോണം പിശുക്കുത്തരം കാട്ടിയെന്ന് വെച്ചാൽ ഓന് അതിമാത്രം അപ്പോൾ പൈസ ആയില്ല അയാൾക്ക്. അപ്പോൾ ആ സമയത്ത് അയാൾ നന്നായി ശ്രദ്ധിച്ച് ചിലവാക്കി. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പൈസ ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ വേണ്ടി വരും. കാരണം നമുക്ക് പൈസ നമ്മളെ തന്നെ കാര്യമായിട്ട് പൈസ അല്ലെങ്കിൽ നമ്മൾ ആർഭാടായിട്ട് അങ്ങനെ ചിലവാക്കാൻ പാടില്ല. ചിലപ്പോൾ പൈസ കിട്ടിയ ഉടനെ തന്നെ ഒന്നായിട്ട് പൈസ ചിലവാക്കാൻ കഴിക്കും. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട എല്ലാ സമയത്തും ഒരുപോലെ വരുമാനം വന്നോണമെന്നില്ല ഒന്ന്. അപ്പോൾ അതല്ല ഇവിടെ പറയണത്. ചില ആൾക്കാർ ഇത്രയും പൈസ ഉണ്ടായിട്ടും ഒരാൾക്കും കൊടുക്കില്ല, സ്വന്തം കാര്യത്തിന് പോലും ചിലവാക്കൂല, ഒരു പുറത്തുനിന്ന് നല്ലൊരു ജ്യൂസ് പോലും കുടിക്കൂല. അങ്ങനെ പിശുക്കത്തരം കാണിച്ച് മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. മരിച്ചു പോയ ആൾക്കാരിൻ്റെ അറിവിലുണ്ട്. അതിനെക്കുറിച്ചാണ് കാവൽ ചോദിക്കുന്നത് കേട്ടോ. അതിനപ്പോൾ നമ്മൾ പൈസക്കാരനാണോ ദരിദ്രനാണോ എന്താ വ്യത്യാസം? അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ഗലബത്തി ദൈനി, കടം അധികരിച്ച് വരുന്ന കടം. ചിലപ്പോൾ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടാവും വീട്ടാൻ പറ്റുന്നത്, അതല്ല ഭയങ്കരമായ കടം. അത് ഭയങ്കര ഒരു സമാധാനക്കേടാ അല്ലേ. അത് അല്ലാഹു നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വക്കഹരി റിജാൽ, ആളുകളുടെ സ്വേച്ഛാധിപത്യവും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. നമ്മളെ ഭരിക്കാനായിട്ട് ആൾക്കാർ, നമ്മൾ എന്ത് ചെയ്താലും അതിനെതിരെ പറയാനോ അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് അടക്കി ഭരിച്ചോ അല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കിയാണ് കൊണ്ടുനടക്കാനുള്ള ആൾക്കാർ.
ഇല്ല, അതൊരു ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മളെല്ലാവരും സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ഏതെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിത സാഹചര്യത്തിൽ എവിടെയെങ്കിലും ആൾക്കാർ നമ്മളെ ഭരിക്കാനുള്ള ഒരാളുണ്ടെങ്കിൽ അത് ഭയങ്കര നമുക്കൊരു പ്രയാസമാണ്. അപ്പോൾ അതിനൊക്കെ അള്ളാഹിനോട് കാവൽ ചോദിക്കുന്ന പ്രാർത്ഥനയാണ് കേട്ടോ അത്. ഇനി ഈ വാക്കർത്ഥം കൂടി നോക്കിയാൽ നമ്മൾ ഈ ഒരു പേപ്പർ കഴിഞ്ഞു. യാസിമു ഉറപ്പാക്കും, യുക്കരിയു എന്ന് പറഞ്ഞാൽ വേരോടെ പിയുതെറിയുക എന്നാണ് കറക്റ്റ് അർത്ഥം. ഇവിടെ തീർത്ത് ഒഴിവാക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർത്ഥം എഴുതിയാൽ മതി. ഹറമുൻ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, ഹിലക്കുൻ എന്ന് പറഞ്ഞാൽ സദസ്സ്, ഇങ്ങനെയാണ് കേട്ടോ അർത്ഥം. ഈ ഒരു പേപ്പർ നമുക്ക് പൂർത്തിയായി. ഇനി നമുക്ക് അടുത്ത പേപ്പറിലേക്ക് കിടക്കാം. പിന്നെ സമയം ദീർഘിക്കുന്നുണ്ടെന്നാലും ഫുള്ള് കേട്ട് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കേൾക്കുക, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയാണ്ട് കേൾക്കുക, എന്തും ചെയ്യാം കേട്ടോ. കാരണം ചിലതൊക്കെ നമ്മൾ വിശദീകരിച്ചാലേ സംഗതി മനസ്സിലാവുള്ളൂ, അഥവാ മനസ്സിൽ നിൽക്കുള്ളൂ. ചിലപ്പോൾ എപ്പോഴും മനസ്സിലായാലും അത് സംഗതി നമുക്ക് കൊണ്ട് എഫക്റ്റ് കിട്ടണമെങ്കിൽ വിശദീകരണം വേണമെന്ന് തോന്നിയുണ്ടോ. നമുക്ക് അടുത്ത പേപ്പറിലേക്ക് കടക്കാം. നമ്മൾ മൂന്നാമത്തെ പേപ്പറിലേക്ക് കടന്നു. ഇതിൽ നമുക്ക് ഒന്നാമതായിട്ട് യോജിപ്പിക്കാനാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യസ്തഹിബ്ബുൽ ജവാമിഅ മിനദ്ദുആഇ വയദഉ മാ സിവാ ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥനകളെ ഒരുമിച്ച് കൂട്ടാനും ബാക്കിയുള്ളത് ഒഴിവാക്കാനുമായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സ്പീഡ് പറഞ്ഞു കേട്ടോ. കാല സല്ലല്ലാഹു അലൈഹി വസല്ലം മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുടെയും അള്ളാഹുവിനെ ഓർക്കാത്ത ആളുടെയും ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മിസ്ലൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന ആളെ പോലെയും, വൽ മയ്യിതി, മരിച്ച ആളെ പോലെയുമാണ്. യദ്കുറു പറഞ്ഞാൽ ഓർക്കുന്ന ആൾ, ലാ യദ്കുറു ഓർക്കാത്ത ആൾ കേട്ടോ. ആ മരിച്ച ആളും ജീവിച്ചിരിക്കുന്ന ആളും പോലെയാണ്. അപ്പോൾ അള്ളാഹിനെ ഓർക്കുന്ന ആളാണെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്ന ആളായിട്ട് നബി തങ്ങൾ സാദൃശ്യപ്പെടുത്തിയത്. അള്ളാഹിനെ ഓർക്കാത്ത ആൾ മരിച്ച പോലെയാണ്, അവൻ ജീവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് അള്ളാഹിനെ ഓർമ്മ ഉണ്ടാകുമ്പോൾ നമുക്ക് നന്മ ചെയ്യൽ കൂടും, തെറ്റ് ചെയ്യൽ കുറയും. അഥവാ തെറ്റുകൾ ഒരുപാട് വന്നാലും നമ്മൾക്ക് തൗബ ചെയ്യാൻ തോന്നും. ആ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല സുബ്ഹാനല്ലാഹി ബിഹംദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നാരെങ്കിലും പറഞ്ഞാൽ, ഇത് നേരത്തെ വന്നിട്ടുണ്ട്, ഒരിസത്ത് ലഹു നഖലത്തുൻ ഫിൽ ജന്ന, അല്ലേ, സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു ഈത്തപ്പന നടും. പോട്ടെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ താബ ഖബല അൻ തത്ലുഅ ശംസു മിൻ മഗ്രിബിഹ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിൻ്റെ മുമ്പ് ആരെങ്കിലും തൗബ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് താബല്ലാഹു അലൈഹി, അയാളുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അത്തഫാഉലു, എന്താണ് തഫാഉൽ? മിൻ അഖ്ലാഖിൽ ഹമീദ, അല്ലേ, സ്തുത്യർഹമായ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. ആറാമത്തത് അൽ യൗസു വത്തശാഹുമു ഹുമാ ജാലിബാനി, നേരത്തെ വന്നിട്ടുണ്ട് ഇതല്ലേ, നിരാശയും അപലക്ഷണ തോന്നലും കാരണമായിട്ട് എന്താ വലിച്ചു കൊണ്ടുവരിക, ലിൽ ഹമ്മി വൽ കസലി, ദുഃഖവും ഉണ്ടാവും മടിയും ഉണ്ടായിത്തീരും. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ ഇതിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ 3-4 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉക്തുബുൽ ലിദ്ദ, വിപരീത ഇതാണ് കേട്ടോ. ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം. അതിൻ്റെ വിപരീതം എന്താ? സൂഉൽ ഖാത്തിമ, അഥവാ മോശമായ മരണം. രണ്ടാമത്തെ ഖുസൂറുൻ, അഥവാ പരാജയം. വിപരീതം എന്താ? ഫൗസ്, അഥവാ വിജയം. അൽ മആസി, അഥവാ തെറ്റ്. വിപരീതം അമലു സ്വാലിഹ്, നല്ല കർമ്മങ്ങൾ. നാലാമത്തത് സൂഉൻ, മോശം. ഹുസ്ന്, നല്ലത്. ശുക്ർ, നന്ദി. കുഫർ, സത്യനിഷേധം കേട്ടോ. അതൊക്കെ അതിൻ്റെ വിപരീതങ്ങളാണ്. ഇനി നമുക്ക് പൂർത്തിയാക്കാനാണ് കേട്ടോ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ കാന ആഖിറു കലാമിഹി, ആരുടെയെങ്കിലും അവസാനത്തെ വാക്കായാൽ എന്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണെങ്കിൽ എന്താ കൊണ്ട് ഫലം? ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മരിച്ചു കിടക്കുന്ന മയ്യത്ത് നമ്മുടെ മുമ്പിലുണ്ടാവും. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ അയാളെ സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് കേൾക്കാം. അപ്പോൾ നമ്മൾ കരുതും അതിപ്പോൾ എങ്ങനെ നമ്മൾ എന്താ കരുതുന്നു? കാരണം നമ്മളെ തൊട്ടപ്പുറത്ത് ഒരാൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ നമ്മൾ പറഞ്ഞില്ലേ, അയാൾ ചിലപ്പോൾ ദുബായിൽ ടൂർ പോയി കയറാം, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലേക്ക് ടൂർ പോയി ട്രിപ്പ് അടിച്ച് കുത്തിരിക്കുക കയറാം സ്വപ്നത്തിൽ. പക്ഷെ നമ്മൾ എന്താ കാണുന്നത്, ഇയാൾ ഇവിടെ ഉറങ്ങി കിടക്കാം, മരിച്ചമാരി കിടക്കണതാണ്. പക്ഷെ അയാൾ ചിലപ്പോൾ നല്ല സുഖമായിട്ട് നല്ല യാത്രയിലേക്ക് വരാം. ആ സുഖം കിട്ടിയാൽ പോരാ, ഉറക്കത്തിലായെന്താ, മരിച്ചാലെന്താ? അപ്പോൾ ഇയാൾ സ്വർഗീയ സുഖത്തിൽ ആയിരിക്കും എന്നാണ്. 2 ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വലാ യമൂതുന്ന അഹദുക്കും,
ആരും മരിച്ചു പോരുത്, നിങ്ങളിൽ നിന്നൊരാൾ മരിച്ചു പോരുത്. ഇല്ല വഹുവ യുഹ്സിനുൽ ദന്ന ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ചൊരു നല്ല ഭാവനയിലല്ലാതെ നിങ്ങളാരും മരിച്ചു പോകരുത്. അഥവാ അള്ളാഹു എനിക്ക് പുറത്തു തരും, കരുണ ചെയ്യും, സ്വർഗം തരും എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് വേണം. അതിന് നമ്മൾ മിനിമം അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്യണം. തെറ്റ് മാത്രം ചെയ്താൽ അങ്ങനെ തോന്നൂല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി, ഇനി ബാക്കി എന്താ, വ കിഹരി റിജാൽ. ഇതൊക്കെ ഒരുവിധമൊക്കെ ആവർത്തിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. 4 അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുക വൽ അഫാഫ വൽ ഗിന. കേട്ടോ, ഈ പ്രാർത്ഥന പൂരിപ്പിക്കാനാണ്. അള്ളാഹു നിന്നോട് ഞാൻ സന്മാർഗവും നിന്നെ സൂക്ഷിക്കലും ചാരിത്ര്യവും ഐശ്വര്യവും എല്ലാം നിന്നോട് ഞാൻ ചോദിക്കുന്നു. കേട്ടോ, ക്രമത്തിലാണ് അർത്ഥം പറഞ്ഞത്. ഇതൊക്കെ അള്ളാഹു നിന്നോട് ഞാൻ അസ്അലുക ചോദിക്കുന്നു. ഇനി വദിക്കറുൽ മൗത്തി യുസഹിദുന ഫിൽ ദുനിയ വയുറഹിബുന ഫിൽ ആഖിറ. ഇത് നേരത്തെ വന്നത്, അപ്പോൾ ഇതൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്പീഡിൽ പറയാം അല്ലേ. മരണത്തെ ഓർക്കലിലൂടെ ദുന്യാവിനെ ത്യജിക്കുകയും അഥവാ അതിനോട് വലിയൊരു ആർത്തി ഇല്ലാതിരിക്കുകയും വയുറഹിബുന ഫിൽ ആഖിറ, പരലോകത്തെക്കുറിച്ചുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അടുത്ത ഹാലൽ മുനാഫിഖി ഫിൽ ഖബരി, ഖബറിൽ മുനാഫിക്കായ വ്യക്തിയുടെ, കപട വിശ്വാസിയുടെ അവസ്ഥ എന്തേക്കും. അൽ അറളു തെൽതഇമു അലൈഹി ഫതഖ്തലിഫു അദ്ലാഹു, ഭൂമി അവനെ കൊണ്ട് ഇടുക്കും, കുടുസാക്കും, ചേർത്ത് വെക്കും. അങ്ങനെ അവൻ്റെ വാരിയല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത സൈഡിലേക്ക് പോകും, അഥവാ കൂട്ടി ഇങ്ങോട്ട് വരും. അത് നമ്മളെ കൈ കോർക്കണ മാതിരി വാരിയല്ലുകൾ കോർക്കും. ഫലാ യസാലു ഫീഹ മുഅദ്ദബൻ ഹത്താ യബ്അസഹുല്ലാഹു മിൻ മൽജഇഹി ദാലിക, അവൻ കിടക്കണ കബറിൽ അവനെ ഖിയാമത്ത് നാളിൽ അള്ളാഹു പുനർജനിപ്പിക്കുന്നത് വരെ കബറിലെ ശിക്ഷയിലായിരിക്കും അവൻ കഴിയാൻ. കപട വിശ്വാസിയുടെ അവസ്ഥയാണ് പറഞ്ഞത്. കപട വിശ്വാസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈ പേപ്പർ അധികം വിശദീകരണം അല്ലാതെ സ്പീഡിലാണ് പറഞ്ഞു പോകണത് കേട്ടോ. ഹാലൽ മുഅ്മിനി ഫിൽ ഖബരി, നല്ല യഥാർത്ഥ സത്യവിശ്വാസിയുടെ അവസ്ഥ എന്താണ് ഖബറിൽ. യുഫ്സഹു ലഹു ഫി ഖബരി സബൂന ദിറാഅൻ ഫി സബഈന സുമ്മ യുനവ്വിറുഹു ഫീഹി. ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ ഖബർ 70 മുഴം വിശാലമാവുകയും പിന്നീട് ആ ഖബറിൽ അവന് പ്രകാശപൂരിതമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കരുതും ഖബർ ചെറുതല്ലേ, ആകെ 1-2 അടി വീതിയല്ലേ ഉള്ളൂ, 2 അടിയിട്ട് വീതിയുള്ളൂ, പിന്നെ അങ്ങനെ എത്ര വിശാലാകാം. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ള ആളല്ലേ. ആ ഒരു യഥാർത്ഥ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ സംശയങ്ങളൊന്നും വരില്ല. ഖബറിനെ നമ്മൾ പൊതുവെ ഇരുട്ടറെന്നാണ് പറയാം. യഥാർത്ഥ വിശ്വാസിക്ക് അത് ഇരുട്ടറയാവില്ല, നല്ല ഇവിടെ നിന്നില്ലേറെ സൗകര്യമൊക്കെ ഉണ്ടാവുക. ഇനി 5-മത്തെ നമുക്ക് ഉത്തരം എഴുതാനാണ് കേട്ടോ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലു ലിസാനക റത്ബൻ മിൻ ദിക്രില്ലാഹി ലിമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് പറഞ്ഞേക്കണം, നിൻ്റെ നാവ് എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അതാരോട് പറഞ്ഞത്. ലി റജുലിൻ ഖാല യാ റസൂലല്ലാഹ് ഇന്ന ശറാഇൽ ഇസ്ലാമി ഖദ് കസുറത് അലയ്യ ഫഅഖ്ബിർനി ബിശൈഇൻ വായിച്ച് അങ്ങോട്ടില്ലല്ലോ മക്കളെ. ഇത്തശബ്ബസു ബിഹി. നബിയെ, ദീനിലെ ശറഇൻ്റെ വിധികളൊക്കെ എനിക്ക് ഭയങ്കര ധാരാളമുണ്ട് അല്ലേ. കുറേ കാര്യങ്ങൾ ഇസ്ലാമിൽ ചെയ്യാനുണ്ട്, ഒക്കെപ്പാടെ എനിക്ക് ഗതികേടാണ്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ പറഞ്ഞുതരി എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അയാളോട് പറഞ്ഞതാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടേ സദാസമയം ഒരു കൗണ്ടറോ സലാത്തുമാരി എടുത്തുകൊണ്ടാണ് ചെല്ലിക്കൂടി ദിക്കറിലായിട്ട് എങ്ങനെ മുഴുകിക്കുമെന്നാണ് പറഞ്ഞ അയാളോട് കേട്ടോ. മാതാ യഖൂലുൽ മുൽഹിദ്, എന്താണ് മുൽഹിദ് പറയുന്നത്. ലാ ഖാലിക വ കുല്ലു ഷൈഇൻ യതകവ്വനു ത്വബഇയ്യൻ, സൃഷ്ടാവൊന്നുമില്ല, ഒക്കെ പ്രകൃതിയാൽ ഇങ്ങനെ ഉണ്ടാകുകയാണ്. ഒരു മതനിഷേധിയായ ആളുടെ വർത്താനം അങ്ങനെ അല്ലേ. സ്വാഭാവികമാണല്ലോ, അള്ളാഹിനെ വിശ്വസിക്കണമല്ലോ. പോട്ടെ അടുത്ത് മയൽ അഹക്കുബി റഹ്മത്തിനാണ്, നമ്മുടെ റഹ്മത്ത് കാരുണ്യം കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാരൊക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പിതാക്കന്മാർ, ഉമ്മമാർ, ഭാര്യമാർ, കുട്ടികൾ, അടുത്ത കുടുംബക്കാർ, അയൽവാസികൾ, ഈ ക്രമത്തിലാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അക്സറുമായ ദുഖുലൻ നാസൽ ജന്ന മാഹുവ, ജനങ്ങളധികം സ്വർഗത്തിലെത്തിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കലും നല്ല സ്വഭാവം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്രമത്തിലാണ് അർത്ഥം. അടുത്തത് സിദുക്കുൽ കൗലി മാഹുവ, എന്താണ് വാക്കിലുള്ള സത്യസന്ധത. ഹുവ ഐ യഹ്ഫദൽ അബ്ദു ലിസാനഹു മിനൽ കദിബി, അല്ലേ. ഒരു മനുഷ്യൻ അവൻ്റെ നാവിനെ കളവിൽ നിന്ന് സൂക്ഷിക്കുക എന്നതാണ് സിദുക്കുൽ കൗല്, ശരിയായ വാക്ക്, സത്യസന്ധമായ വാക്ക് കേട്ടോ. നമ്മൾ അവസാനത്തെ പേപ്പറിലേക്ക് കടന്നു. ഇതിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ 3 പേപ്പറുകളിലും ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ
അത് നേരത്തെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് പോവാം അല്ലേ. അത് വീണ്ടും വീണ്ടും പറഞ്ഞ് സമയം കളയണ്ടല്ലോ. പക്ഷേ നോക്കണതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ എത്രത്തോളം ഈ ചോദ്യം ആവർത്തിച്ചു വന്നതെന്ന് മനസ്സിലാക്കിയിട്ട്, അഥവാ 3ഉം 4ഉം കൊല്ലമൊക്കെ ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ 4ാമത്തെ പേപ്പർ നോക്കണം കേട്ടോ. നമുക്ക് നോക്കാം. മൻ അറഫ നഫ്സോ നേരത്തെ വന്നിട്ടുണ്ട്. ലൈൻ ഷക്കർത്തു നേരത്തെ വന്നിട്ടുണ്ട്. യർഹമു തൊബീബു ഡോക്ടറെ കരുണ കാണിക്കും. അൽ മരീള രോഗിയോട്. യർഹമുൽ മുഅല്ലിമു ഉസ്താദ് കരുണ കാണിക്കും. അത്തിൽമീദ വിദ്യാർത്ഥിയോട്. അത്തബാഉലു വത്തഖാലുഫു മിൻ സമറാത്തി സൂഇൽ ഖുൽഖി അല്ലേ. പരസ്പരം ദേഷ്യപ്പെടലും എതിരാവലുമെല്ലാം മോശം സ്വഭാവത്തിൻ്റെ ഫലങ്ങളാണ്. ഇദാ അഹബ്ബർ റജുലു അഖാഹു ഫൽയുഖ്ബിർഹു അന്നഹു യുഹിബ്ബുഹു ഒരു പുരുഷൻ വേറെ തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫൽയുഖ്ബിർഹു അന്നഹു യുഹിബ്ബുഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയിക്കണം. അപ്പോൾ അതൊക്കെ പൂരിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് പൂർത്തിയാക്കാനാണ്, മുകളിലുള്ള യോജിപ്പിക്കാനായിരുന്നു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിസ്സുദ്ഖി ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. കാരണം ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി കാരണം സിദ്ഖ് എന്ന സത്യം അത് ഗുണത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന ഗുണം നമ്മെ നയിക്കുന്നത് ഇലൽ ജന്ന നരകത്തിലേക്കാണ്. 3ാമത്തത് നേരത്തെ വന്നിട്ടുണ്ട്. 4ാമത്തത് വല്ലുലുമു അക്രമം യജ്അലുൽ ളാലിമ അക്രമകാരിയെ ആക്കി തീർക്കും. മുഫ്ലിസൻ പാപ്പരാക്കും, അഥവാ ഒന്നുമില്ലാത്ത ആളാവും. അഥവാ ഇവിടുന്ന് അവൻ നിസ്കരിച്ചും നോമ്പ് നോറ്റും ദിക്ർ ചൊല്ലിയൊക്കെ കഴിയും. എന്നിട്ടോ പുറത്തിറങ്ങിയ ബാക്കിയുള്ളവരെ പരദൂഷണം പറഞ്ഞും അതിരാക്കിയിട്ടും പിന്നെ പറ്റിച്ചിട്ടൊക്കെ കഴിഞ്ഞ ആളാണെങ്കിൽ പരലോകത്തെത്തുമ്പോൾ അതിൻ്റെയൊക്കെ അവൻ ചെയ്ത ആരാധനയുടെയൊക്കെ പ്രതിഫലം അവൻ ആരൊക്കെ കുറ്റം പറഞ്ഞോ പറ്റിച്ചോ പരിഹസിച്ചോ ആക്രമിച്ചോ അവർ ആ പ്രതിഫലം വാങ്ങും. അല്ലാതെ ഓരെന്താ പൊട്ടന്മാർ, ഓർക്കും തിരക്ക് കാര്യം വേണ്ടേ അല്ലേ. ഒരാളുടെ അഭിമാനവും കാര്യമൊക്കെ വെറുതെ നശിപ്പിക്കുമ്പോൾ അതൊക്കെ ഓർക്കണം. നമ്മൾ നിസ്കരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ആരാധന കർമ്മങ്ങൾ പൂർണ്ണം കൂടി നോക്കണം. അതാണ് വല്ലുലുമു യജ്അലുൽ ളാലിമ അക്രമം അക്രമകാരിയാക്കി തീർക്കും. മുഫ്ലിസൻ പാപ്പരാക്കും. യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ അല്ലേ. വേറൊരാളെ അടിക്കുക എന്നുള്ളത് മാത്രമല്ല അക്രമം. അടിക്കുന്നത്, പരദൂഷണം പറയുന്നത്, അതിൽ തർക്കിക്കുന്നത്, പറ്റിക്കുന്നത്, ചതിക്കുന്നത് ഒക്കെ അക്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. അടുത്തത് അന്നിഫ 5ാമത്തതാണ്. 5ാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 3-4 പേപ്പറിൽ വന്നിട്ടുണ്ട്. 6ാമത്തത് ഇന്ന അവല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത്തൻ മുബാറക്കൻ ജനങ്ങൾക്ക് ആരാധനയ്ക്ക് വേണ്ടി ആദ്യമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഭവനം അതെന്താണ്? ബറക്കത്താക്കപ്പെട്ട മക്കയിലുള്ള ഭവനമാണ്, അതായത് കഅബയാണ്. നമ്മൾ അർത്ഥമൊക്കെ സെൻറ്റൻസ് വെച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അല്ലേ. ഓൾറെഡി വീഡിയോ നല്ല ലെങ്ത്ത് വരും. കോഴ്സിൽ ഇൻഷാ അല്ലാഹ് സാവധാനം എടുക്കുക, സ്പീഡിലെടുക്കുക. എങ്ങനെ എനിക്ക് മനസ്സിലാക്കാം. വിവിധ രൂപത്തിലുണ്ട് കേട്ടോ. പെട്ടെന്ന് കേട്ട് പഠിക്കാൻ പറ്റുന്ന രൂപമുണ്ട്, അഥവാ 10 മിനിറ്റ് ക്ലാസ് കേട്ട് പഠിക്കാം, 5 മിനിറ്റ് പഠിക്കാം, വേണമെങ്കിൽ അരമണിക്കൂർ പഠിക്കാം. ഈ രൂപത്തിലൊക്കെ ക്ലാസ്സുകൾ വരും. വിശദമായിട്ട് ഗ്രൂപ്പിൽ കിട്ടും വിവരങ്ങൾ. അടുത്തത് മൗത്തു ഫിൽ ഹഖീഖത്തി മാഹുവ നേരത്തെ വന്നിട്ടുണ്ട്. 2ാമത്തത് അസ്ബാബ് ഹുസ്നുൽ ഖാത്തിമ നേരത്തെ വന്നിട്ടുണ്ട്. 3ാമത്തെ ചോദ്യം ഫളലുൽ ഇസ്തിഗ്ഫാർ നേരത്തെ വന്ന ചോദ്യമാണ്. 4ാമത്തെ ചോദ്യവും നേരത്തെ വന്നിട്ടുണ്ട്. 5ാമത്തെ ചോദ്യം നേരത്തെ വന്നിട്ടുണ്ട്. 6ാമത്തെ ചോദ്യം അയ്യു ദുആഇൻ യസ്തഹിബ്ബുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന ദുആ ഏതാണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ പടച്ചോനെ ദുനിയാവിലും പരലോകത്തും ഞങ്ങൾക്ക് നന്മ കൊണ്ടാ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം. ഇതാണ് പ്രാർത്ഥന അല്ലേ. ഏതൊരു പ്രാർത്ഥനാ സദസ്സിൻ്റെയും പൊതുവെ അതിൻ്റെ അവസാനത്തിൽ ഈ പ്രാർത്ഥന ചെയ്യാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി നമുക്ക് അടുത്തത് ബയ്യിന് വിശദീകരിക്കാനാണ്. അതിൽ 1ാമത്തെ കറാമത്ത് നേരത്തെ വന്നിട്ടുണ്ട്. ഹാരുൽ മുനാഫിഖ് ഫിൽ ഖബരി മുനാഫിഖ് അയാളുടെ ഖബറിലുള്ള അവസ്ഥ നേരത്തെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് മനിൽ ഖായിലു ആരാണ് പറഞ്ഞതെന്നാ. ലൗ അന്ന ബഅദഹും ബസറൗറ ആന അവരെങ്ങാനും അവരുടെ കണ്ണിനെ താഴത്തോട്ട് ഒന്ന് നോക്കിയാൽ അവർ നമ്മളെ കാണും. അത്ര അടുത്താണ്. ഇതാരാ പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാ. ശത്രുക്കൾ കാണാതാക്കാൻ വേണ്ടി അവർ ഗുഹയിൽ ഒളിച്ചു നിൽക്കുക. അവർ കാലിൻ്റെ അടിയിൽക്കം നോക്കിയാൽ മതി നമ്മളെ കാണും. പക്ഷേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മളെ പറ്റി എത്ര സിദ്ദീഖ് നിങ്ങൾ കരുതിക്കണേ? നമ്മൾ മാത്രമാണ് നിങ്ങൾ കരുതിക്കണേ? അള്ളണ്ട് നമ്മളെ പറ്റി നിങ്ങൾ പേടിക്കണേ? അതേമാതിരി ലാ തഹസൻ ഇന്നല്ലാഹ മാന, ദുഃഖിക്കേണ്ട പേടിക്കേണ്ട, അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട്. ഇതാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇനി അടുത്തത് ഉക്തുബുദ്ദലീൽ, തെളിവ് എഴുതാനാണ്. യുസ്തഹബു തബറുക്ക് ബി ആസാരി സ്വാലിഹിൻ, നേരത്തെ 2 പേപ്പറിൽ വന്നിട്ടുണ്ടത്. ഇനി നമുക്ക് പരിഭാഷപ്പെടുത്താനാണ്. ലാ യസാലു ലിസാനുക റതബൻ മിൻ ദിക്രില്ല, നേരത്തെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 8ാമത്തത് പൂർത്തിയാക്കാനാണ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാര, ഇതും നേരത്തെ വന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നതൊക്കെ പിന്നെ അവയുടെ ഇത് എന്നല്ല, ചുരുക്കിയതുണ്ട്. ഈ പേപ്പർ നമ്മൾ 6 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് കഴിഞ്ഞു അല്ലേ മക്കളെ? അപ്പോൾ ഇതിലും കഴിഞ്ഞ പേപ്പറിലൊക്കെ ഒരുവിധം ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ചു വന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം സാവധാനം കേട്ട് പഠിക്കണം. ഇൻഷാ അല്ലാഹ് കോഴ്സിൽ പിന്നെ പല രൂപങ്ങളുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാം, സാവധാനം പഠിക്കാം. അത് 5 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ 1 മണിക്കൂറുണ്ട്. അങ്ങനെയൊക്കെ ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട്. ഗ്രൂപ്പിൽ വിശദമായ വിവരം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.